സംസാരിച്ചപ്പാ കൂടുണ്ടോ കൂടുണ്ടോ നിൻ കൂട്ടുകാരുണ്ടോ, കൂടുണ്ടോ കൂടുണ്ടോ നിൻ സ്വന്തക്കാരുണ്ടോ, കൂടുണ്ടോ കൂടുണ്ടോ നിൻ കൂട്ടുകാരുണ്ടോ, കൂടുണ്ടോ കൂടുണ്ടോ നിൻ സ്വന്തക്കാരുണ്ടോ. ആരും എനിക്കില്ലെന്ന് തോന്നും സോദരാ, വന്നിടുക യേശു നിനക്കെല്ലാമാണേ. ആരും എനിക്കില്ലെന്ന് തോന്നും സോദരാ, വന്നിടുക യേശു നിനക്കെല്ലാമാണേ. കൂടുണ്ട് കൂടുണ്ടെന്ന് പറയുന്നോരല്ല, നാളെയുണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ്? കൂടുണ്ട് കൂടുണ്ടെന്ന് പറയുന്നോരല്ല, നാളെയുണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ലെന്ന് അരുളിയൊരേശു നിത്യനാം ദൈവം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ലെന്ന് അരുളിയൊരേശു നിത്യനാം ദൈവം. ഹല്ലേലൂയ. ആരെല്ലാം ഇല്ലെങ്കിലും ആര് കൂടെ കാണും? യേശു. ആരെല്ലാം തള്ളിയാലും, ആരെല്ലാം മാറ്റിവിട്ടാലും, ആരെല്ലാം അകറ്റി മാറ്റിയാലും അകറ്റിവിടാത്ത ഒരാളെ ഉള്ളതാരാ? യേശു ക്രിസ്തു. ആരെല്ലാം കൈവിട്ട കേസും കയ്യിലെടുക്കുന്ന ഒരാളെ ഉള്ളതാരാ? യേശു ക്രിസ്തു. എല്ലാ വഴി അടയുമ്പോഴും, സകല വഴി അടയുമ്പോഴും അതിനകത്ത് ഹൈവേ തുറക്കാൻ കഴിവുള്ളവനാണ് ആര്? യേശു ക്രിസ്തു. എല്ലാ വഴിയും അടഞ്ഞെന്ന് വിചാരിക്കും, എല്ലാം തീർന്നു എന്ന് വിചാരിക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ മക്കൾക്ക് സ്വത്രം കിലോമീറ്റർ വീതിയുള്ള ഒരു ഹൈവേ ചെങ്കടലിനകത്ത് ദൈവം തുറന്നു കൊടുത്തു. ശത്രുവിന് അവൻ്റെ പദ്ധതികളെ പൊളിച്ചുകൊണ്ട്, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളുടെ പദ്ധതികളെ പൊളിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ നടുവിലൂടെ ഉണങ്ങിയ നിലത്തിലൂടെ അക്കരെ എത്തി തപ്പെടുത്തവർ പാടി ആരാധിച്ചു. എന്തുകൊണ്ട്? ശത്രു കരുതി ഇതോടെ ഇവർ അസ്തമിച്ചെന്ന്. എന്നാൽ ദൈവം അസ്തമിക്കാൻ വിട്ടില്ല. സ്തോത്രം. ശത്രു കരുതിയ സ്ഥാനത്ത് ദൈവം അവർക്ക് വേണ്ടി സ്തോത്രം അവരറിയും മുമ്പേ, ലോകം ഉണ്ടാകും മുമ്പേ ആ കടലിൻ്റെ അടിയിൽ ഒരു റോഡ് വെട്ടിയിട്ടിരുന്നു. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന മാന്യശ്രോതാവേ, നീ ഈ നിമിഷം വരെയും കണ്ടില്ല, അടുത്ത് എന്ത് ചെയ്യണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയാ, നീ അറിയാതെ ചിലത് സ്വർഗത്തിലെ ദൈവം മറച്ചു വച്ചിട്ടുണ്ട്. തക്ക സമയമാകുമ്പോൾ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു കർത്താവ് ഇന്ന് ഈ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, ഈ മൂന്നാമത്തെ രാത്രി ഈ ദേശത്തോട്, ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന പൈതങ്ങളോട് പറയുന്നു, നീ എല്ലാം തീർന്നെന്ന്, എല്ലാം അവസാനിച്ചെന്ന്, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നീ പതറി നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരു വഴി സ്വർഗം തുറന്നിട്ടുണ്ടെന്ന് തക്ക സമയമാകുമ്പോൾ നിന്റെ കണ്ണാലെ അത് കാണാൻ പോകുകയാ. എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഫറവോന്റെ സൈന്യം വിചാരിച്ചു, ഇപ്പം തീർത്ത് കളയാം, യോമാരെ ഇപ്പം തീർത്ത് കളയാം, വലത്ത് പോകാൻ ഇടമില്ല, ഇടത്ത് പോകാൻ ഇടമില്ല. ബാക്കിൽ നോക്കുമ്പോൾ ഫറവോന്റെ സൈന്യം, മുൻപിൽ നോക്കുമ്പോൾ ചെങ്കടൽ. എല്ലാത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണാൻ പറ്റാത്ത ഒരു റോഡ് ആ വെള്ളത്തിൻ്റെ അടിയിൽ ദൈവം മറച്ചു വെച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇതിനകത്തും ഈ ഗ്രൗണ്ടിനകത്ത്, ഈ ദേശത്തിനകത്ത് പൈതലെ മാന്യ ശ്രോതാവേ, ഇനി എങ്ങനെയാ മുന്നോട്ട് പോകും? ഇനി എങ്ങനെ എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം വരും? അയ്യോ, ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ തകരുമ്പോൾ നിനക്ക് വേണ്ടി ഒരു ഹൈവേ ഒരുക്കി വെള്ളം കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന ഒരു കർത്താവ് ഈ ദേശത്തുനിന്ന് വന്നിട്ടുണ്ട്. ആ കർത്താവ് ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എല്ലാ വഴിയും അടഞ്ഞ്, എല്ലാ വാതിലും അടഞ്ഞ്, മുകളിലേക്ക് നോക്കിയാൽ ആകാശവും താഴേക്ക് നോക്കിയാൽ ഭൂമിയും മാത്രമേ ഉള്ളൂ. കർത്താവേ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണോ? നിന്റെ ഞരക്കം അറിയുന്ന ഒരു കർത്താവ്, നിന്റെ ഹൃദയം ഇടിപ്പറിയുന്ന ഒരു കർത്താവ്, ഹൃദയത്തിന്റെ ആഴമേറിയ നൊമ്പരം അറിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ദേശത്ത് ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു വഴി നിനക്കായി തുറന്നിട്ടുണ്ട്. അത് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വഴി. ദൈവം തുറന്നാൽ അത് അടയ്ക്കുന്നവനാർ, ദൈവം അടച്ചാൽ അത് തുറക്കുന്നവനാർ. നിനക്ക് വേണ്ടി ദൈവമാണ് ഒരു വഴി തുറന്നെങ്കിൽ ഈ ലോകത്തിലുള്ള ഏത് ശക്തി വന്നാലും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം അടച്ചിട്ടുണ്ടെങ്കിൽ അത് തുറക്കാനും പറ്റത്തില്ല. നിനക്കെതിരെയുള്ള ശത്രുവിന്റെ വഴികളെല്ലാം ദൈവം അടച്ചിട്ട് നിനക്ക് വേണ്ടി ചില പുതിയ വഴികൾ, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ചില വഴികൾ ഇന്ന് രാത്രി തുറന്നിട്ടുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അതെ, എൻ്റെ കർത്താവ് ചില വഴി എനിക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, എനിക്കായി
കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. എനിക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഈ മൂന്നാമത്തെ രാത്രി ഒന്നാമതുണ്ട്. ചിലരോട് ആലോചന പറയണം, മക്കളെ എല്ലാ വഴിയും അടഞ്ഞായിരിക്കാം നീ ഇവിടെ വന്നത്, പക്ഷെ ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കുന്ന ഒരുവന്റെ കരം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ട്. അത് സ്വത്രം വെള്ളം കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് റോഡ് അടച്ച് ഒതുക്കി വച്ചിരുന്നത് പോലെ നിനക്ക് വേണ്ടി ഒരു നന്മയുടെ വഴി തുറന്നിട്ടുണ്ട്. ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വഴി, ആർക്കും ഒതുക്കാൻ പറ്റാത്തൊരു വഴി, ആർക്കും തടസ്സം ചെയ്യാൻ പറ്റാത്തൊരു വഴി നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, അനേകരാൽ വ്യക്തി ജീവിതങ്ങളാൽ പ്രിയപ്പെട്ടവരാൽ നീ നിന്നയേറ്റ ആളാണോ? ഹല്ലേലൂയ, ഞാൻ പറയാം, നിന്റെ ഈ നിന്ന അവസാനമല്ല. ലോകം നിന്നെ നിന്ദിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ നിന്ദിക്കുന്നുണ്ടോ? ദുഷിയുടെ നടുവിലൂടെ നീ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ? പേടിക്കല്ലേ, ഈ ദുഷിയുടെ നടുവിലൂടെ നീ ഒരു നന്മ കാണാൻ പോകുന്നു. ഹല്ലേലൂയ. പെനീന ഹന്നെ നിന്ദിച്ചു. ഒരുപാട് വേദനയായി. ഹന്നയ്ക്ക് വേദനയായി. ഹന്ന ഏലി പുരോഹിതന്റെ പള്ളിക്കകത്ത് പോയിരുന്നു. അവളുടെ ഹൃദയത്തിലെ വേദനകള് ദൈവത്തിന് കൊടുത്തപ്പോൾ പെനീനയുടെ നിന്ന ഹന്നയ്ക്കൊരു അനുഗ്രഹമായി മാറി. നിന്നെ നിന്ന വർഷകാലം കൊണ്ട് നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ മുഖത്ത് നോക്കി, നിന്റെ ജീവിതം നോക്കി പലരും നിന്ദിക്കുമ്പോൾ ഇന്ന് രാത്രി പൈതലേ, ഈ നിന്നയുടെ നടുവിൽ നീ തളരാതെ കർത്താവിന്റെ മുന്നിൽ മുട്ടുമടക്കാമെങ്കിൽ ഈ നിന്ന നിനക്കൊരു അനുഗ്രഹമായി. ഈ നിന്ന നിനക്കൊരു അനുഗ്രഹമായി. ഈ നിന്ന ഈ ഒറ്റപ്പെടൽ നിനക്കൊരു വിടുതലായി മാറാൻ പോകുകയാണ്. 3, ദൈവത്തിന് സ്തോത്രം. 3, എല്ലാ ഭാഗത്തും എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി എന്ന് നീ ഹാഗറിനെ പോലെ ഇസ്മായേലിനെ പോലെ ഒറ്റപ്പെട്ടിരിക്കുമെന്നോ തീർന്നു. ഞാൻ ഒറ്റയ്ക്കായി പോയി, എന്നെ ഒറ്റയ്ക്കാക്കി കളഞ്ഞു എന്നുള്ള ഒറ്റപ്പെടുത്തൽ ചിന്തയുണ്ടോ? പേടിക്കല്ലേ. കർത്താവ് പറഞ്ഞു, മക്കളെ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ദൈവം പറയുന്നു, മക്കളെ നീ പേടിക്കണ്ട. ഒരു ഇടയനായി, ഒരപ്പനായി, ഒരമ്മയായി, ഹല്ലേലൂയ, എല്ലാവരും മാറിപ്പോയി, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, ഒറ്റപ്പെട്ടു പോയി എന്ന് നീ പതർന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയും, അബ്രഹാമിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് സ്വർഗം ഇങ്ങനെ പറഞ്ഞു, മകനെ ഭയപ്പെടണ്ട. കർത്താവ് അബ്രഹാമിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു, ഭയപ്പെടണ്ട എന്ന് ചൊല്ലി. ദാനിയേലിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിനകത്ത് യോഹന്നാൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഇതിനകത്തും അകാരണമായ ഭയം കൊണ്ട് നീ പതറിയിരിക്കുന്നെങ്കിൽ ആ ഭയപ്പെടുത്തുന്ന പിശാചിന്റെ വ്യാപാരങ്ങൾ അഴിക്കാൻ ഇന്ന് രാത്രി ഒരുവൻ എന്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഭയം, അകാരണമായ ഭയം കാരണമില്ല. പക്ഷെ ചില സമയം അകത്തൊരു ഭയം വന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയം ഒരു കെണിയാണ്. എന്നാൽ ഇന്ന് രാത്രി അകാരണമായ ഭയത്തെ ഉടയ്ക്കുന്ന ഒരുവൻ ഈ ഗ്രൗണ്ടിൽ, ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഒരിക്കൽ യേശു ക്രിസ്തു വെള്ളത്തിൻ്റെ പുറത്തൂടെ നടക്കുമ്പോൾ ജനം പേടിച്ചു പോയി. ജനം പറഞ്ഞു, ഭൂതം വരുന്നു. എന്തോന്ന് പറഞ്ഞു? ജനം പറഞ്ഞു, ഭൂതം വരുന്നു. അകാരണമായിട്ടാണ് പേടിച്ച്, കാരണം ഉണ്ടായില്ല. അത് വന്നത് ഭൂതമായിരുന്നില്ല, അത് വന്നത് യേശു ആയിരുന്നു. അത് വന്നത് ഭൂതമല്ലായിരുന്നു, അതാരായിരുന്നു? യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരും, തത്വത്തിൽ മുദ്രയും, ഇരുന്നവൻ ഇരിക്കുന്നവന് വരുന്നവന് റാഫയും ഷമ്മയും എൽദ്രോയും എൽഷദായി എബനേസറും ഈരയും റാഫയുമാകുന്ന യേശു ക്രിസ്തുവാണ്
വെള്ളത്തിൻ്റെ പുറത്തുകൂടെ നടന്നു വന്നത്. എന്നാൽ ശത്രു പറഞ്ഞു, എടാ അതാ ഭൂതം വരുന്നു, പേടിപ്പിച്ചു. അകാരണമായ ഭയം, അകാരണമായ ഭയം, അകത്തിളങ്ങിൽ അകാരണമായ പലതിനെയും ചൊല്ലി പലതിനെയും കണ്ട് പേടിപ്പിക്കുന്ന ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ, ജീവിതത്തിനകത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞത് ഭയം വന്ന് അകത്തളങ്ങൾ അടിഞ്ഞിട്ട് അസ്വസ്ഥത വന്ന് ഭാരപ്പെടുത്തുന്ന ചില ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ, ഭയത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ചില ദുർഭൂതങ്ങൾ ഇന്നത്തെ ഈ മൂന്നാമത്തെ രാത്രികാലം ജനത്തിൻ്റെ മേൽ നിന്ന് സ്വർഗത്തിലെ ദൈവം കാഴിച്ചു മാറ്റുകയാണ്. ആ ഭയത്തിൻ്റെ ശക്തികൾ, ആ ഭയത്തിൻ്റെ ശക്തികൾ, ആ ഭയത്തിൻ്റെ ശക്തികൾ ഇന്ന് രാത്രി ഇന്ന് രാത്രി ഇന്ന് രാത്രി ഇന്ന് രാത്രി ഇന്ന് രാത്രി ഇന്ന് രാത്രി അടിച്ചു മാറ്റുന്നു, അടിച്ചു മാറ്റുന്നു, അടിച്ചു മാറ്റുന്നു, അഴിച്ചു മാറ്റുന്നു, അഴിച്ചു മാറ്റുന്നു, അഴിച്ചു മാറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് അഴിയുന്നു. മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് സ്വത്രം രക്തസ്രവ സഹോദരി തനിക്കുള്ള സമ്പത്ത് മുഴുവനും സ്വത്രം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും രോഗസൗഖ്യമാകാതെ ബ്ലീഡിങ്ങിൻ്റെ അസുഖത്താൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാതെ, സമ്പത്ത് കയ്യിലില്ല, ചികിത്സിക്കാൻ സമ്പത്തില്ലാതെ സഹോദരി ഭാരപ്പെട്ട് എന്നെ ഇനി ആര് സൗഖ്യമാക്കും, എന്ത് ചെയ്യുമെന്ന് തകർന്ന് ജീവിതം മടുത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ട് ദൈവത്തിന് മഹത്വം. മാത്രമല്ല അന്നത്തെ കാലത്ത് രക്തസ്രാവമുള്ളവർക്ക് അടുക്കാൻ പറ്റത്തില്ല, ഒരു സ്വത്രം അതിരിട്ടിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ അവയുടെ നടുവിലും ആ സഹോദരി മാറിപ്പോകാതെ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലെന്ന് തൊട്ടാ മതി. സ്തോത്രം, ഞാൻ മനുഷ്യനെ പേടിക്കുന്നില്ല, ഞാൻ ലോകത്തെ പേടിക്കുന്നില്ല, എനിക്ക് എൻ്റെ യേശുവിൻ്റെ വസ്ത്രം തൊടുമ്പോൾ എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവളുടെ കയ്യിൽ വേറൊന്നുമില്ല, ഒന്നുണ്ടായിരുന്നു, വിശ്വാസം. ഇന്ന് രാത്രി നിനക്ക് വിശ്വാസമുണ്ടോ? ആ വസ്ത്രത്തിന് ഒന്ന് തൊട്ടാൽ, ഒന്ന് തൊട്ടാൽ, ഒന്ന് തൊട്ടാൽ ഞാനും സൗഖ്യമാകും, എൻ്റെ രോഗം അഴിയും, എൻ്റെ ബന്ധനം അഴിയും. വർഷകാലം കൊണ്ട് എത്ര മരുന്ന് കഴിച്ചിട്ടും സൗഖ്യമാകാത്ത വ്യാധിയാണോ, രോഗമാണോ, ഭാരമാണോ, ബുദ്ധിമുട്ടാണോ അഭിമുഖീകരിക്കുന്നത്? അയ്യോ, ഈ അസുഖം എന്തോന്നാണെന്ന് എനിക്ക് അറിയത്തില്ല, ഈ രോഗം എന്തോന്നാണെന്ന് എനിക്കറിയത്തില്ല, ഇത് എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്ന് ഈ പതറിയാണോ ഇവിടെ ഇരിക്കുന്നത്? ഈ ശബ്ദ പരിധിക്കുള്ളിൽ മാന്യ ശ്രോതാവേ, താങ്കൾ അസുഖം കൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്നുവോ? രക്തസ്രവ സഹോദരി മറ്റൊന്നും നോക്കിയില്ല, ആൾക്കൂട്ടത്തിനിടയിലൂടെ അവൾ പതുക്കെ 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 നടന്ന് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് വസ്ത്രത്തിന്റെ വിളിമ്പ് തൊട്ടപ്പോൾ തന്നെ ഒരു ശക്തി യേശുവിൽ നിന്ന് സഹോദരന്റെ മേൽ ഇറങ്ങിയത് പോലെ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഒരു ശക്തി ഇറങ്ങുന്നുണ്ട്, ഈ ദേശത്തൊരു ശക്തി ഇറങ്ങുന്നുണ്ട്. അത് മറ്റൊരു ശക്തിയല്ല, സൗഖ്യമാക്കുന്ന യേശുവിന്റെ ശക്തി. ആ യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി ചില രോഗശക്തികളെ ഉടയ്ക്കുന്ന ഒരു ശക്തി ഇന്ന് ഈ ദേശത്ത് ഇറങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി പ്രിയ പൈതലേ, നീ ഏതെല്ലാം ഭാരത്തോടും വേദനയോടും ഇതിനകത്ത് കടന്നു വന്നാലും നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. യോഹന്നാൻ 11-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 33-36 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, കരയുന്നവരോടൊപ്പം കരയുന്ന ഒരു കർത്താവ്, കണ്ണുനീര് തൂകുന്നവരോടൊപ്പം കണ്ണുനീര് തൂകുന്ന ഒരു കർത്താവ്, ഹൃദയം നൊന്ത് കലങ്ങുന്നവരോടൊപ്പം ഹൃദയം നൊന്ത് കലങ്ങുന്ന യേശു. വീട്ടിലുള്ളവർക്ക് നിന്റെ ഹൃദയത്തിന്റെ വേദനയുടെ ആഴം അറിയത്തില്ലെങ്കിലോ, നാട്ടുകാർക്ക് അറിയത്തില്ലെങ്കിലോ, നിന്റെ കൂട്ടുകാർക്ക് അറിയത്തില്ലെങ്കിലോ, നിന്റെ ബന്ധുക്കൾക്ക് വേദനയുടെ ആഴം അറിയത്തില്ലെങ്കിലോ, ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, നീ വ്യത്യസ്തമായ വേദനയോടെ ആയിരിക്കാം, എവിടെ നിനക്ക് സമാധാനം കിട്ടുമെന്നായിരിക്കാം നീ ഭാരപ്പെട്ട് ഈ ശബ്ദം ശ്രദ്ധിക്കുന്നത്. ഞാൻ പറയാം, മറ്റൊരിടത്ത് നീ പോണ്ട. സമാധാനം വേണോ? യേശു മാത്രം സമാധാന പ്രഭു. ക്രിസ്തുവിൽ നിന്ന് സമാധാന നദി പോലെ ഈ ഓലത്താന്ന് ദേശത്ത്, കവിതനാട് ദേശത്ത്, ഈ ശബ്ദ പരിധിക്കുള്ളിൽ സകല കുടുംബങ്ങൾക്കകത്തും സമാധാന നദി ഒഴുകുകയാണ്. ഈ ലോകത്തിൽ ധനത്തിന് തരാൻ പറ്റാത്ത സമാധാനം, ലോകത്തിലെ സമ്പത്തിനും പേരിനും പ്രശസ്തിക്കും തരാൻ പറ്റാത്ത സമാധാനം, അത് യേശുവിന്റെ സമാധാനം ഇന്ന് ഈ ദേശത്ത് ഒഴുകുകയാണ് നദി പോലെ. യെശയ്യാവ് 66 പറയും പോലെ, ഒരു നദി പോലെ ഇതാ സ്വർഗത്തിലെ ദൈവത്തിന്റെ സമാധാനം ഈ ദേശത്ത് ഒഴുകുകയാണ്. കൂടെ കരഞ്ഞൊരു യേശു നിന്റെ കൂടെ ഇന്ന് വരാൻ വന്നിട്ടുണ്ട്. കണ്ണുനീര് വാർത്ത യേശു കരയുന്നവരെ കാണുമ്പോൾ, ദൈവത്തിന് സ്തോത്രം. മനുഷ്യനാണെങ്കിൽ സ്തോത്രം മുഖത്ത് നോക്കി പറയോ പാപം എന്ന് പറഞ്ഞാലും അകത്ത് പറയും ഇത് തന്നെ വരണമെന്ന് പറയുമ്പോൾ കൂടെ കരയുന്നൊരു നാഥൻ പറയും, മക്കളെ ഞാൻ നിനക്കുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? യേശു എന്നെ കൈവിടില്ല, ഒരു നാളും മറക്കില്ല. യേശു എന്നെ കൈവിടില്ല,
ഒരു നാളും മറക്കില്ല. ഹല്ലേലൂയ. എത്രർക്ക് ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും? യേശു എന്നെ കൈവിടുകയില്ല, ഒരു നാളും മറക്കുകയില്ല. ഈ യേശു എൻ്റെ കൂടെ ഉണ്ട്, യേശുവിനെ വിടുവിക്കാൻ കൂടെ ഉണ്ട്. പറഞ്ഞ് രാത്രി, എല്ലാവരും പറഞ്ഞ്, രാത്രി ഉറങ്ങുമ്പോൾ എൻ്റെ കൂടെ ഉണ്ട്, രാവിലെ ഉണരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. ഓ സ്തോത്രം. അർദ്ധരാത്രിയിൽ എന്നോട് കൂടെ ഉണ്ട്, നട്ടുച്ചയ്ക്ക് എന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും എനിക്ക് പേടിപ്പാനില്ല. കാരണം എൻ്റെ ചുറ്റും എത്ര ഇരുട്ടിൻ്റെ ശക്തി വന്നാലും എൻ്റെ കർത്താവിൻ്റെ കരത്തിനകത്താണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ചുറ്റും ദൂതന്മാരുണ്ട്, എൻ്റെ ചുറ്റും തീ, പറഞ്ഞേ, എൻ്റെ ചുറ്റും ദൂതന്മാരുണ്ട്, എൻ്റെ ചുറ്റും തീ മതിലുണ്ട്, എൻ്റെ ചുറ്റും സ്വർഗീയ അഗ്നിയുണ്ട്, എൻ്റെ ചുറ്റും കർത്താവിൻ്റെ ദൂത സൈന്യം ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നു. ഒരു വേലിക്കകത്താണ് ഞാൻ. ദൈവം അറിയാതെ തലയിലെ ഒരു മുടി പോലും, പറഞ്ഞ് ലൂക്കോസ് 12 പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് പറയുകയാണ്, ലൂക്കോസ് 12 പറയുകയാണ്, കർത്താവ് അറിയാതെ തലയിലെ ഒരു മുടി പോലും എന്ത് ചെയ്തില്ല, കൊഴിയത്തില്ല. നമ്മുടെ തലയിലെ മുടി ഈ ലോകത്തിലുള്ള ആരും, അപ്പൻ എത്ര മക്കളെ സ്നേഹിക്കുന്ന അമ്മയായാലും അപ്പനായിരുന്നാലും എണ്ണിയിട്ടില്ല, എണ്ണാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ തലമുടിയെ ഞാൻ എണ്ണിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മക്കളെ എത്ര സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാലും ഞാൻ പറയാം, നമ്മുടെ മക്കളുടെ തലമുടി നമ്മൾ എണ്ണിയിട്ടുണ്ടോ? നമ്മുടെ തലമുടി നമ്മുടെ മാതാപിതാക്കളോ കൂട്ടുകാരോ സ്നേഹിതരോ എണ്ണിയിട്ടുണ്ടോ? ഇല്ല, നമുക്കറിയത്തില്ല. എത്രണ്ണം പൊഴിഞ്ഞു പോയെന്നറിയത്തില്ല, എത്രണ്ണം ഉണ്ടെന്ന് ഇനി അറിയത്തില്ല. എന്നാൽ എണ്ണം അറിയുന്നൊരു ദൈവം എത്രണ്ണം കൊഴിഞ്ഞു പോയെന്നും എത്രണ്ണം ഉണ്ടെന്നും എത്ര എണ്ണം ഇനി കുഴിയുമെന്നും ഇനി എന്തൊക്കെയാകുമെന്നും മുഴുവൻ എണ്ണി അറിയുന്ന ഒന്ന് നിലത്ത് വീണാൽ, ഒന്ന് വീണാൽ അതിൽ ഉന്നതൻ എന്ത് ചെയ്യും? ഒന്ന് വീണാൽ മതി, അവിടെ ആര് അറിയും? ഉന്നതൻ അറിയും. ഇന്ന് രാത്രി അത്രയ്ക്ക് എൻ്റെ നിങ്ങളുടെ തലമുടി എണ്ണി വെച്ചിരിക്കുന്ന ഒരാളെ ഉള്ളൂ, ആ യേശു. ആ യേശുവിൽ എത്ര ഉറപ്പുണ്ട്? അങ്ങോട്ടുള്ള വചനം നിങ്ങൾ സ്വത്രം ശ്രദ്ധിക്കണം. എന്നാൽ ഞാൻ പറയട്ടെ, ആദ്യം കേട്ട വചനത്തിൽ എത്ര ഉറപ്പുണ്ട്? എവിടെ കൂടെയൊക്കെ എന്നെ കൊണ്ടുപോകുമ്പോഴും അവിടെ എല്ലാം എന്നെ ചങ്കത്ത് ചാരിയാണ് യേശു വച്ചിരിക്കുന്നത്. ഞാൻ അപ്പനോട് പറ്റിയിരിക്കുകയാണ്. അവൻ എന്നെ വിടിവിക്കും. പറഞ്ഞ്, എൻ്റെ അപ്പനോട് ഞാൻ പറ്റിയിരിക്കുകയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കുകയാണ്, ഞാൻ അവനെ വിടുവിക്കും. അപ്പച്ചനോട് ഞാൻ പറ്റിയിരിക്കുകയാണ്, എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. കാലേബ് എൻ്റെ ദൈവത്തോട് പറ്റിയിരുന്നു അല്ലേ? കാലേബ് എൻ്റെ ദൈവത്തോട് എന്ത് ചെയ്തു? പറ്റിയിരുന്നു. പ്രായം ചെന്നപ്പോഴും ചെറുപ്പക്കാരനെ പോലെ ആത്മാവിൽ ജ്വലിച്ചു നടക്കാൻ കാരണം മറ്റൊന്നല്ല, ക്രിസ്തുവിനോട് പറ്റിയിരുന്നവനെ തകർക്കാൻ ഒരു ശക്തിക്കും, ക്രിസ്തുവിനോട് പറ്റിയിരിക്കുന്നവനെ തകർക്കാൻ ഒരിക്കലും തകരത്തില്ല. സ്വത്രം. കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ കൂടെയുള്ള എല്ലാവരും സ്വത്രം പേടിച്ച് ഭയപ്പെട്ട് അവിടെയുള്ള ശക്തികൾ ഭയങ്കരമാണെന്ന് അവിടുത്തെ ശക്തികളെ കണ്ട് പേടിച്ചപ്പോൾ കാലേബ് അവരെ അടിച്ചമർത്തിയിട്ട് പറഞ്ഞു, ഇല്ലടാ, ഇല്ല, അവയെല്ലാം അന്നത്തെ ആരോഗ്യം എനിക്ക് ഇന്നും ഉണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ, ശത്രുവിന്റെ പദ്ധതികളെ ഉടച്ച് ജയമെടുക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? പറ. എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. 1 യോഹന്നാൻ 4:4. എന്നിലുള്ളവൻ, പറഞ്ഞേ, എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ലൂക്കോസ് 10:19. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എൻ്റെ ദൈവം എനിക്ക് അധികാരം തന്നിട്ടുണ്ട്, അതൊരിക്കലും ഒരു ദോഷം വരുത്തുകയില്ല. പറഞ്ഞേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എൻ്റെ ദൈവം എനിക്കൊരു അധികാരം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഒരു ദോഷവും വരികയില്ല. പറഞ്ഞ്, എൻ്റെ ദൈവം ഒരിക്കൽ അധികാരം തന്നിട്ടുണ്ട്. എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നമ്മുടെ ഉള്ളിനകത്തിരിക്കുന്ന യേശു ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. യേശു അപ്പച്ചൻ ആളിൽ നമ്മെ വിലക്കി വാങ്ങിയത് സ്വത്രം വസ്തു വിറ്റിട്ടല്ല, തന്നെ മുഴുവനും ഏൽപ്പിച്ച് തൻ്റെ പ്രാണനെ കൊടുത്ത് എന്നെ നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ആരല്ല, അനാഥനല്ല. ഹല്ലേലൂയ. കൂടെ ഇരിക്കുന്നവനാണ്, കണ്ണീരൊപ്പുന്നവനാണ്, മുഴുവനും കൊടുത്ത് എന്നെ എന്ത് ചെയ്തു? വിലക്ക് വാങ്ങി യേശു ക്രിസ്തു. ഹല്ലേലൂയ, ആമേൻ. എന്നെ കണ്ടു, ചെളി കിടക്കുന്ന എന്നെ കണ്ടു. എൻ്റെ കർത്താവ് ഒളിച്ചു വെച്ചിട്ട് തനിക്കുള്ളത് മുഴുവനും വിറ്റ് ആ വയൽ വാങ്ങി. വയലിനകത്ത് ഒരു നദി കണ്ടു. ആ നദി ആരായിരുന്നു? ഏറ്റവും ചെളി പുരണ്ട, ഏറ്റവും പാപം നിറഞ്ഞ, ഏറ്റവും അശുദ്ധി പുരണ്ട, ഒരു നല്ല ഗുണമില്ലാത്ത എന്നെ ആ വയലിനകത്ത് എൻ്റെ അപ്പൻ ആ ചെളിക്കകത്തിരിക്കുന്ന എന്നെ കണ്ടപ്പോൾ എൻ്റെ യേശു ക്രിസ്തുവിന് എന്നോട് പ്രണയം തോന്നി, ഇഷ്ടം തോന്നി, സ്നേഹം തോന്നി, എന്നെ വേണമെന്ന് തോന്നി. അതിന് എനിക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്ന വില താൻ മുഴുവനും കൊടുക്കേണ്ടി വന്നു. കൊടുത്ത് എന്നെ കയ്യിൽ വാങ്ങി വെച്ചിരിക്കുമ്പോൾ എറിഞ്ഞിട്ട് പോവോ യേശു? ഇല്ല. ഹല്ലേലൂയ. എറിഞ്ഞിട്ട് പോവോ? ഇല്ല. പിന്നെ
സ്വന്തം എന്ന് പറഞ്ഞിടുവാൻ ഡാഡിയല്ലാതാരുമില്ല. സ്വത്ത് എന്ന് ചേർന്നിടുവാൻ അപ്പനല്ലാതാരുമില്ല. യേശുവാ യേശുവാ എനക്കെല്ലാം, യേശുവാ 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 എനക്കെല്ലാം, യേശുവാ. சொந்தம் என்று சொல்லிக்கொள்ள உண்மையன்றி யாருமில்ல. சொத்து என்று அள்ளிக்கொள்ள உம்மை விட யாதுமில்ல. യേശുവാ യേശുവാ എനക്കെല്ലാം, യേശുവാ 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 എനക്കെല്ലാം, യേശുവാ. ഹല്ലേലൂയ. സ്വന്തമെന്ന് പറയാനും അള്ളിക്കിടക്കാനും ചേർന്നിരിക്കാനും മടിയിൽ കയറിയിരിക്കാനും ഉള്ള ഹൃദയത്തിലെ ദുഃഖങ്ങൾ മുഴുവനും പറയാനും ഒരു പാദപീഠമേ ഉള്ളൂ. ഹൃദയം തുറക്കാൻ ഒരിടമേ ഉള്ളത്. എവിടെ? യേശുവിൻ്റെ പാദപീഠം. മറന്നു പോകരുത്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വിലക്കി വാങ്ങിയിരിക്കുകയാണ്. മുഴുവനും യേശുവിനെ മുഴുവനും കൊടുത്തിട്ട് വിലക്കി വാങ്ങിയിരിക്കുകയാണ്. ഒരു രാജ്യവും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ് നമ്മൾ. സാധാരണക്കാരല്ല. പിന്നെ സ്തോത്രം. ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം വിശുദ്ധ വംശം സ്വന്തം ജനമാണ്. ആര്? ഞാനും നിങ്ങളും. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ട. ആനപ്പുറത്തിരിക്കുന്ന സ്തോത്രം ആള് കീഴക്കിടന്ന് കുരയ്ക്കുന്ന പട്ടി ഈ വചനം രൂപാന്തരപ്പെടുത്തും. കുടുംബത്തിനകത്ത് സമാധാനം തരും. വളരെ വ്യത്യസ്തമായി വേഗത്തിൽ ഓടുന്ന വചനം ഇന്ന് രാത്രി ഇറങ്ങിയിട്ടുണ്ട്. യെശയ്യാവ് 55:11 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ചേ. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം, വിതയ്ക്കാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. നമുക്ക് മഴ വേണ്ടുന്ന സമയത്ത് മുകളിൽ നിന്ന് മഴ മുകളിൽ ഒതുക്കി വെച്ചിട്ട് സമയമാകുമ്പോൾ പെയ്യിപ്പിക്കുന്ന എൻ്റെ ദൈവം എത്ര വിശ്വസ്തനം നോക്കിക്കേ. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ വീഴുന്ന വെള്ളം എത്ര വെയിറ്റ് ഉണ്ടായിരിക്കും അല്ലേ? അത്രയും വെള്ളം. അങ്ങനെയാണെങ്കിൽ മൊത്തം സ്ഥലങ്ങളിലും ഒഴുകുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ് നോക്കിക്കുക, അളവ് നോക്കിക്കുക. ഇത്രയും മുകളിൽ ഒതുക്കി വച്ചിരുന്ന ദൈവത്തിൻ്റെ ശക്തി ഇവിടെ അളവറ്റ ഇപ്പം നോക്കിക്കേ. ആ കർത്താവ് ആരെ നോക്കിക്കേ. ആ കർത്താവിൻ്റെ ബലം എന്തെന്ന് നോക്കിയേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിൻ്റെ വലിപ്പം ഒന്ന് ചിന്തിച്ചേ. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ അപ്പച്ചൻ്റെ ഹല്ലേലൂയ ചിന്ത ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മഴ തക്ക സമയത്ത് നൽകുന്നത് പോലെ. അടുത്ത വരി. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ. കവിത നടയിലോട് ദൈവം സംസാരിക്കുകയാണ്. ഓലത്താന്ന് ദേശത്തോട് ദൈവം സംസാരിക്കുകയാണ്. ഈ 3 ദിവസത്തെ കൺവെൻഷൻ ഈ ദേശത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി നിന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, അപ്പന്റെ വായിലൂടെ വരുന്ന വചനം ഈ ദേശത്ത് ഇറങ്ങി ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ ആഗ്രഹമാണ് ചെയ്യുന്നത്. ആ വചനം ഇറങ്ങി വെറുതെ വരത്തില്ല. ആഗ്രഹം നിവർത്തിച്ച് ചിലതിന്റെ കെട്ടുകളെ പൊട്ടിച്ച്, ചില രോഗികളെ സൗഖ്യമാക്കി, ചില ഭൂതങ്ങളെ ഉടച്ച്, ചില ഭാവികളെ മാനസാന്തരപ്പെടുത്തി, ചില മദ്യപാനികളുടെ കെട്ടുകളെ പൊട്ടിച്ച് കുടുംബത്തിനകത്ത് സമാധാനം നൽകി, ഒരു കൂട്ടം മാനസാന്തരം ദേശത്ത് നൽകി, ഒരു കൂട്ടം പേരുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതുവാൻ. ജീസസ്. ഇന്ന് രാത്രി വെറുതെ വരത്തില്ല. വചനം വെറുതെ വരത്തില്ല. വചനത്തിന് ശക്തി ഉണ്ട്. എബ്രായർ 4:12 വായിക്കുമ്പോൾ വചനം എന്നതോ അത് ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലുള്ള യാതൊരു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെ സന്ധി മജ്ഞകളെ വരെ വേർപിരിക്കുന്നവരെ തുറച്ചേറുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്ന വചനം. ഈ വചനത്തിന് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യം. ഈ വചനം ചിലതെല്ലാം ഇന്ന് പൊട്ടിക്കും, ചിലതെല്ലാം ഉടയ്ക്കും, ചിലതെല്ലാം തകർക്കും. ചില അന്യായ ബന്ധനങ്ങളെ ഉടയ്ക്കും, ചില നുഖങ്ങളെ തകർക്കും, ചില പിശാചിന്റെ പ്രവർത്തികൾ അഴിക്കും. വചന വാള് പോലെ ഇന്ന് ദേശത്ത് ഇറങ്ങുകയാണ്. കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങുകയാണ്. വ്യക്തികളുടെ മേൽ ഇറങ്ങുകയാണ്. കുടുംബ ജീവിതങ്ങൾക്കകത്ത് വചനം വാള് പോലെ ഇന്ന് ഇറങ്ങുകയാണ്. വചനത്തിന് ജീവനുണ്ട് പൈതലേ. അതിന് ചൈതന്യമുണ്ട്. വചനത്തിന് ജീവനുണ്ട്. ജീവനുള്ള വചനം ചത്ത ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ ഇന്ന് രാത്രി ദേശത്ത് ഹല്ലേലൂയ. ഈ അസ്ഥി ജീവിക്കുമോ?
യെഹെസ്കേലിന്റെ പുസ്തകത്തിനകത്ത് ചോദിച്ചു, ഈ അസ്ഥി ജീവിക്കുമോ? ദൈവം പറഞ്ഞു, യെഹെസ്കേൽ പറഞ്ഞു, അങ്ങ് അറിയുന്നു, അങ്ങേക്ക് അറിയാം. സ്വർഗത്തിലെ ദൈവം ഒരു കാറ്റ് അങ്ങോട്ട് അടുപ്പിച്ചു. പ്രവാചകനോട് പറഞ്ഞു, പ്രവചിക്ക, ആസ്തിയോട് ചേർന്നു. ഇന്നീ വചനം ദേശത്തിറങ്ങുമ്പോൾ ചില ആസ്തിയോട് ചേരാൻ പോകുക. ഇന്നീ വചനം ദേശത്തിറങ്ങുമ്പോൾ ആമേൻ ജീവിക്കയില്ലെന്ന്, മുന്നോട്ടില്ലെന്ന് പറയുന്ന ചില മണ്ഡലങ്ങളെ സ്വർഗം ടച്ച് ചെയ്യാൻ പോകുക. ഇന്ന് രാത്രി ദേശത്ത് ദൈവകരം വെളിപ്പെട്ടിട്ടുണ്ട്. ആമേൻ. ആണിപ്പഴുതേറ്റ കരം, വിടുവിക്കുന്ന കരം, കെട്ടുകളെ പൊട്ടിക്കുന്ന കരം, ബന്ധനങ്ങളെ ഉടയ്ക്കുന്ന കരം, ശാപങ്ങളെ അഴിക്കുന്ന കരം, നീ എന്തെല്ലാം ചെയ്തിട്ട് മാറാത്ത ചില ശാപങ്ങളെ അഴിക്കുന്ന കരം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. വചനത്തിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. വീണ്ടും ഇരമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ 23:29 വായിക്കുമ്പോൾ വചനം ചുറ്റിക പോലെ, പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ് വചനം. വചനം തീയാണ്. വചനം തീയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. വചനത്തിൽ തീയുണ്ട്. ആ തീ ഇറങ്ങി കത്തും. വചനത്തിൽ തീയുണ്ട്. എത്ര വിശ്വസിക്കുന്നുണ്ട്? വചനത്തിലുള്ള തീ ഇന്നിറങ്ങി കത്തും. തീ ഇന്നിറങ്ങി കത്തുമ്പോൾ പൂജകളും മന്ത്രങ്ങളും കത്തും. വചനത്തിൽ തീയുണ്ട്. ചിലതെല്ലാം ഉടയും. വചനത്തിൽ തീയുണ്ട്. ഇന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട്? ഈ വചനത്തിന് തീ ഇറങ്ങി ചിലതെല്ലാം ചെയ്യാൻ പോകുക. വചനം തീയാണ്. 2 പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. കഠിന ഹൃദയമുള്ളതിന് ഈ വചനം ഇറങ്ങി ചെന്ന് തകർക്കും കേട്ടോ. ഇന്ന് രാത്രി വചനം ചുറ്റികയാണ്. ഈ ചുറ്റിക പോലെ പാപം നിറഞ്ഞ് പാറ പോലെ ഇരിക്കുന്ന ഹൃദയങ്ങള് ഇന്ന് അടിച്ച് തകർത്ത് തരിപ്പണമാക്കി സൂചിക്കുഴക്കകത്തുകൂടെ കടക്കുന്ന ഒരു പാത്രമാക്കി മാറ്റാൻ ഒരുവൻ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. സാറാഫുകൾ ആരാധിക്കുമെന്ന പരിശുദ്ധൻ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, തത്വത്തിൽ മുദ്രയായവൻ, ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ, സാറാഫുകൾ ആരാധിക്കുന്ന പരിശുദ്ധൻ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വചനം വെറുതെ വരികയില്ല. വചനം തീയാണ്. പാറയെ തകർക്കുന്ന ചുറ്റുകയാണ് വചനം. ആമേൻ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ വചനം എന്താണെന്ന് പറയുന്നു. വായിച്ചേ. ലോകം ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്താലാണ്. ലോകത്തെ സൃഷ്ടിച്ച വചനം ഈ ദേശത്ത് ഇറങ്ങിയിട്ടുണ്ട്. സങ്കീർത്തനം 107:20 വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വേദപുസ്തകത്തിൽ പറയുന്നു. സങ്കീർത്തനം 107:20 വാക്യം വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവ. വചനത്തെ ഇന്ന് അയച്ച് സ്തോത്രം സൗഖ്യം തരുന്ന കർത്താവിന്റെ വചനം ഈ ദേശത്ത് ഇറങ്ങുന്നുണ്ട്. ഈ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നുണ്ട്. ഈ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ദേശത്തിൽ ആമേൻ ജീവിക്കുന്ന ജീവന്റെ വചനം, സൗഖ്യമാക്കുന്ന വചനം ഇറങ്ങുന്നുണ്ട്. വായിച്ചേ. സങ്കീർത്തനം 107:20 വാക്യം വായിച്ചേ. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. വചനത്തെ അയച്ച് ഇന്ന് രാത്രി വചനത്തെ അയച്ച് നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്തിരിക്കുന്ന രോഗികളുടെ മേൽ വചനത്തെ അയച്ച് സ്വർഗത്തിലെ ദൈവം സൗഖ്യമാക്കാൻ പോകുക. വചനത്തെ അയച്ച് സൗഖ്യമാക്കുന്ന കർത്താവ് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. യോഹന്നാൻ 1:1 വായിക്കുമ്പോൾ സ്തോത്രം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമാകുന്ന വചനം ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട്, ദേശത്ത് സഞ്ചരിക്കുന്നുണ്ട്. ദൈവമാകുന്ന വചനം വായിച്ചേ. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. വചനം ദൈവം ആയിരുന്നു. വചനം ആരായിരുന്നു? ദൈവമായിരുന്നു. വചനം ആരായിരുന്നു? ദൈവമായിരുന്നു. ആ ദൈവമായ വചനം ഒരു ദിവസം ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യം മുതൽ അങ്ങോട്ട് 15 വരെ വായിക്കുമ്പോൾ ഈ വചനമാകുന്ന ദൈവം, ആ വചനമാകുന്ന ദൈവത്തിന്റെ ജാഥ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഒരു മരണത്തിന്റെ ജാഥ ഇങ്ങോട്ട് വരികയായിരുന്നു. നയീൻ എന്ന പട്ടണത്തിൽ വിധവയുടെ ഏകമകൻ നഷ്ടപ്പെട്ട് സ്വത്രം മഞ്ചത്തിൽ കൊണ്ടുവരുമ്പോൾ ഇതാ യേശു എന്ന ജീവന്റെ ജാഥ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന മാത്രയിൽ യേശു എന്ന വചനം, ജീവനാകുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം, അത്ഭുതം ചെയ്യുന്ന വചനം, മരിച്ചവർ ഉയർപ്പിക്കുന്ന വചനം, കെട്ടുകളെ പൊട്ടിക്കുന്ന വചനമാകുന്ന എൻ്റെ അപ്പൻ മഞ്ചം അങ്ങ് തൊട്ടു. ഇന്ന് രാത്രി ചിലരെ തൊടുന്നവൻ സൗഖ്യമാക്കുന്ന കർത്താവ് റാഫായായി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ക്രിസ്തു യേശു സൗഖ്യദായകൻ തന്നെ.
ഹല്ലേലൂയ. യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഓ ദൈവത്തിന് സ്തോത്രം. നയീൻ എന്ന വിധവയുടെ അടുക്കലേക്ക് സ്തോത്രം അവർ കണ്ണുനീരോടെ വിലാപയാത്രയായി വന്ന സ്ഥാനത്ത് തിരിച്ചു പോയപ്പോൾ വിലാപയാത്ര സ്തോത്രം ഏതാത്രയായി മാറി? വിലാപം എന്തായി മാറി? നൃത്തമായി മാറി, ആനന്ദമായി മാറി, തുള്ളിച്ചാടി ആനന്ദിച്ചു. ഇന്ന് വന്നത് വേദനയോടെ ആയിരിക്കാം, വ്യത്യസ്തമായ വേദനയോടെ. ആത്മീകമായി മുന്നേറാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയാതെ, ദൈവഭയത്തോടെ മുന്നോട്ട് പോകാൻ കഴിയാതെ, ഏതൊക്കെ ഭാഗത്ത് തകർന്നായിരിക്കാം ഇന്ന് വന്നത്. എന്നാൽ നിന്റെ കയ്യിൽ ചിലതിനെ ഏൽപ്പിച്ചയക്കാൻ ഒരുവൻ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. നിന്റെ കയ്യിൽ ചിലത് ഏൽപ്പിച്ചയക്കാൻ ഒരുവൻ വന്നിട്ടുണ്ട്. ചില പാത്രം നിറയ്ക്കാൻ. സ്തോത്രം. ചില പാത്രം നിറയ്ക്കാൻ. രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ ഒരു സഹോദരിക്ക് കടം കയറി ബുദ്ധിമുട്ടായി പ്രവാചകന്റെ അടുക്കൽ വരികയാണ്. പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിനകത്ത് എന്തുണ്ട്? അവൾ പറഞ്ഞു, അല്പ എണ്ണയുണ്ട്. എണ്ണ അത് മതി. വെറും പാത്രം വാങ്ങി കൊണ്ടുവന്ന് ഈ എണ്ണ നിറയ്ക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രി ഇതിനകത്ത് ഭാരത്തോടിരിക്കുന്ന പൈതലെ, തിരികെ പോകുമ്പോൾ നീ ഭാരത്തോടെ അല്ല പോകുന്നത്. കൃപ പ്രാപിച്ച്, അഭിഷേകം പ്രാപിച്ച്, നിറഞ്ഞ പാത്രമായി ചില ഒഴിഞ്ഞ പാത്രത്തെ നിറയ്ക്കാൻ ദൈവം നിന്നെ കാണുകയാണ്. നിറപാത്രമാക്കി ദൈവം നിന്നെ അയക്കാൻ പോകുകയാണ്. എന്തിനു വേണ്ടി അറിയാമോ? ഒഴിഞ്ഞ ചിലതിനെ നിറയ്ക്കാൻ, ചിലതിനെ കൂടെ ക്രിസ്തുവിനായി നേടാൻ, ചിലതിനെ കൂടെ ജീവനുള്ള ദൈവമാണെന്ന് തെളിയിച്ച് പറഞ്ഞു കൊടുക്കാൻ. ശൗലോ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. ആമേൻ. ഇന്ന് അഭിഷേകം ചില മക്കളുടെ മേൽ ദൈവം പകരുകയാ. ക്രിസ്തു യേശുവിനെ വിളിച്ചു പറയാ, തെളിയിക്കുവാൻ. മറ്റൊരുവനും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക സത്യനാമം യേശു എന്ന നാമമെന്ന് വിളിച്ചു പറയാ. ചില പാത്രങ്ങളെ കൂടെ നിറയ്ക്കാൻ. സ്വത്രം. ആ സഹോദരിയോട് പ്രവാചകൻ പറഞ്ഞു, പാത്രം കുറയരുത്. പാത്രം കുറഞ്ഞാൽ എണ്ണ നിൽക്കും. നീ കർത്താവിനെ കുറിച്ച് പറയുന്ന സംസാരം കുറഞ്ഞാൽ എണ്ണ നിൽക്കും. നീ പറഞ്ഞുകൊണ്ടിരിക്കും തോറും കൂട്ടമാനസാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുമോ? നീ വചനം പറഞ്ഞുകൊണ്ടിരിക്കും തോറും ബന്ധനം അഴിഞ്ഞുകൊണ്ടിരിക്കും. കുടുംബങ്ങൾ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. മാനസാന്തരം വന്നുകൊണ്ടിരിക്കും. സ്നാനപ്പെട്ടുകൊണ്ടിരിക്കും. അഭിഷേകത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കും. രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കും. ഭൂതങ്ങൾ പുറത്താക്കിക്കൊണ്ടിരിക്കും. ഇന്ന് രാത്രി യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്രക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? യേശു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. യേശു കർത്താവ് കടലിൻ്റെ മീതെ നടന്ന മത്തായി 14:24 മുതൽ വായിക്കുമ്പോൾ കടലിൻ്റെ മീതെ നടന്ന ഒരു കർത്താവ് ഇതാ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. യോഹന്നാൻ 7:46 വായിക്കുമ്പോൾ ഇതാ സ്തോത്രം, ഇവനെ പോലെ ആരുമില്ല. യേശു സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കാത്ത ഒരുവൻ ഇതുവരെ യേശു നടന്നതുപോലെ ആരും നടന്നിട്ടില്ല. യേശു സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. യേശു ജനിച്ചതുപോലെ ആരും ജനിച്ചിട്ടില്ല. യേശു ജീവിച്ചതുപോലെ ആരും ജീവിച്ചിട്ടില്ല. യേശു സ്തോത്രം അത്ഭുതം ചെയ്തതുപോലെ ഇതുവരെ ആരും അത്ഭുതം ചെയ്തിട്ടില്ല. എന്നാൽ അതുപോലെ ജീവിക്കുവാൻ കൃപ തരുന്ന ഒരുവൻ ഇന്ന് രാത്രി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ. യേശു മാത്രം കർത്താവ്. മറ്റൊരുവനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഏക നാമം യേശു എന്ന നാമം. ആ ദൈവം എന്ത് ചെയ്യത്തില്ല? മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. മാറ്റിവിടത്തില്ല. സ്തോത്രം. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്.
ഹല്ലേലൂയ. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന ഒരു യേശു ഈ ദേശത്ത്, ഈ ശബ്ദ പരിധിക്കുള്ളിൽ, ഈ ഓലത്താന്നി ദേശത്ത്, ഈ കവിതയുടെ ദേശത്ത്, ഈ ഭവനത്തിൻ്റെ മുറ്റത്ത്, ഈ ഭവനത്തിൻ്റെ അകത്ത്, എല്ലാ റൂമിനകത്തും, ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഈ ദേശം മുഴുവൻ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ഇരമ്യാവിൻ്റെ പുസ്തകം 23-ാം അധ്യായം 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവം. അവനെ മറഞ്ഞ ആൾക്കിരിക്കാൻ പറ്റും. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവം. സങ്കീർത്തൻ 139-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ ഇരിക്കുന്നത് കാണുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് കാണുന്ന ദൈവം, നടക്കുന്ന കാണുന്ന ദൈവം, സംസാരം അറിയുന്ന ദൈവം. ഓ സ്വത്രം, ഓ ഹൃദയത്തിൻ്റെ ചിന്തകൾ അറിയുന്ന ദൈവം, വിചാരങ്ങൾ അറിയുന്ന ദൈവം, പിണ്ണാകാരമായിരുന്നപ്പോൾ കണ്ട ദൈവം, നിയമിക്കപ്പെട്ട നാളുകൾ നിനക്കൊന്നുമില്ലായിരുന്നപ്പോൾ അറിഞ്ഞ ഒരു കർത്താവ് ഇന്ന് രാത്രി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ആരെല്ലാം അകറ്റിവിട്ടാലും, ആരെല്ലാം എന്നെ അകറ്റി നിർത്തിയാലും, എങ്ങനെ ആരെല്ലാം എന്നെ അകറ്റി നിർത്തിയാലും ചങ്കോട് ചേർക്കുന്നൊരേശുണ്ട്, എന്നെ ചങ്കോട് ചേർക്കുന്നൊരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നൊരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നൊരേശുണ്ട്. ആരെല്ലാം എന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം എന്നെ അകറ്റി നിർത്തിയാലും ചങ്കോട് ചേർക്കുന്നൊരേശുണ്ട്, എന്നെ ചങ്കോട് ചേർക്കുന്നൊരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നൊരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നൊരേശുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞാൻ പ്രസംഗിക്കുന്ന യേശു എല്ലാവരും, ലോകത്തിലുള്ള എല്ലാവരും മാറ്റിവിടുന്ന കേസിന് കയ്യിലെടുത്ത് കെട്ടിപ്പിടിച്ച് രക്തം കൊണ്ട് കഴുകി നിത്യതയിൽ പേര് ചേർക്കുന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരാളെ ഉള്ളൂ ഞാൻ പ്രസംഗിക്കുന്ന യേശു. ആ യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ആ യേശു രക്ഷിപ്പാൻ വന്നിട്ടുണ്ട്, സഹായിക്കാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ചൂള പോലെ കത്തുന്ന ഒരു നാൾ വരുന്നു. മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ പുസ്തകം പറയുന്നു, വായിച്ചേ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. ഹല്ലേലൂയ. ചൂള പോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. ദൈവത്തിൻ ന്യായവിധി നാളത്, പാപത്തിൻ ശിക്ഷയിൻ നാളത്. ഹല്ലേലൂയ. ചൂള പോലെ കത്തുന്നൊരു നാൾ വരും. അന്ന് സ്വത്രം ചിലതെല്ലാം തകർന്നു പോകും. ഒന്നുകൂടെ വായിക്കാമോ? മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും. അപ്പോൾ ആരാണ് അഹങ്കാരികൾ? എന്തെല്ലാം ദൈവവചനം കേട്ടിട്ടും കീഴ്പ്പെടാത്ത ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്ന് പറയുന്ന സകല അഹങ്കാരികളും, അടുത്ത് സകല ദുഷ്പ്രവർത്തിക്കാരും, 2 സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. അടുത്ത് വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇന്ന് രാത്രി ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്ന കർത്താവ് ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. സമാധാനം തരുന്നവനാണ്, സൗഖ്യം തരുന്നവനാണ്, സന്തോഷം തരുന്നവനാണ്. എന്നാൽ ദഹിപ്പിക്കുന്ന അഗ്നിയുമാണ്.
അതുകൊണ്ട് ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ എൻ്റെ ദൈവ മക്കളോട് വിളിച്ചു പറയും, മക്കളെ അഹങ്കാരങ്ങളെ മതിയാക്കി പാപ വഴികളെ ഉപേക്ഷിച്ച് യേശു അപ്പച്ചൻ്റെ സന്നിധിയിൽ സറണ്ടർ ആകാമെങ്കിൽ സറണ്ടർ ആകാൻ വിട്ടുകൊടുക്കുന്ന പൈതലിനെ തൊടുന്നൊരു കർത്താവ് ഈ ദേശത്ത് നിന്ന് വന്നിട്ടുണ്ട്. ആമേൻ. ആരെല്ലാം കർത്താവേ ഞാൻ അങ്ങയുടെ മുൻപിൽ ഇതാ മുട്ടുമടക്കുന്നു എന്ന് ദൈവഭാഗത്ത് ആരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, ഏൽപ്പിച്ചു കൊടുക്കുന്ന പൈതലിനെ മാറോട് ചേർക്കുന്ന ഒരു കർത്താവ് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു, വായിച്ച ഇയ്യോബിന്റെ പുസ്തകം 18-16. കീഴെ അവന്റെ വേരുണങ്ങിപ്പോകും, മേലെ അവന്റെ കൊമ്പ് വാടിപ്പോകും, അവന്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകും, തെരുവീഥിയിൽ അവന്റെ പേർ ഇല്ലാതാകും. കണ്ടോ, ഒന്നുമില്ലാതാകും. ഇത്രേ ഉള്ളു മനുഷ്യന്റെ കാര്യം. യെശയ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിൻ്റെ മേലും വരും. അവ താണുപോകും. ഇന്ന് രാത്രി കർത്താവ് പറയുന്ന മക്കളെ, അവ താണുപോകും. 17-ാം വാക്യം, അപ്പോൾ മനുഷ്യന്റെ ഗർവം കുനിയും. വായിച്ചേ 17-ാം വാക്യം. അപ്പോൾ മനുഷ്യന്റെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നത ഭാവം താഴും. പുരുഷന്മാരുടെ ഉന്നത ഭാവം താഴ്ന്നു പോകും. ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവ് വിളിച്ചു പറയുന്ന മക്കളെ, ഓ ചൂള പോലെ കത്തുന്നൊരു രാത്രി നാൾ വരാൻ പോകുന്നു. പാപത്തെ വിട്ടുതിരിഞ്ഞു ഓടി ദൈവ സന്നിധിയിലേക്ക് വാ. യെശയ്യാവിന്റെ പുസ്തകം 47-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു, യെശയ്യാവിന്റെ പുസ്തകം 47-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, ഇതാ അവർ താളടി പോലെ ആയി തീക്ക് ഇരയാകും. മലാഖിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു, വായിച്ചേ, എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്കു സഹിക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞു, വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം. അടുത്ത വരി, പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും. അടുത്ത വരി, അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും, ഗ്ലോറി, അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ഇരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധീകരിക്കുന്നത് പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. പൊന്നുപോലെ, അതല്ലേ സ്തോത്രം. തിളങ്ങുന്ന മുത്താക്കി ഒരുപാട് മക്കളെ ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തു ആക്കിയിരിക്കുന്നില്ല. കാരണം എന്താ? ഹല്ലേലൂയ. പൊന്നുപോലെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ കയ്യിൽ ഇന്ന് രാത്രി കൊടുക്കാമെങ്കിൽ ഒന്ന് അഴുക്കിനെ ശുദ്ധീകരിച്ച് പാപത്തെ കഴുകി എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെല്ലാം എന്തെല്ലാം കുറവുകളുണ്ടോ ഒന്ന് കഴുകി ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരാൻ മതിയായ കർത്താവ് ഇന്ന് രാത്രി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. മാന്യ ശ്രോതാവെ, ചൂള പോലെ കത്തുന്നൊരു നാൾ വരാൻ പോകുന്നു. വേരും കൊമ്പും ശേഷിക്കാതെ സകലതും തകർക്കുന്നൊരു ദിവസം വരാൻ പോകുന്നു. താങ്കൾ യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഏത് പാപമാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇന്ന് രാത്രി ആ കർത്താവിന്റെ കരത്തിൽ കൊടുത്താൽ ശുദ്ധീകരിക്കുന്നൊരു ദൈവം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. വിടുവിക്കുന്നൊരു ദൈവം, ശുദ്ധീകരിക്കുന്നൊരു ദൈവം, പാപത്തെ പോക്കുന്ന ഒരു കർത്താവ് ഇന്ന് വന്നിട്ടുണ്ട്. യോവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ, യോവേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, സിയോനിൽ കാഹളമൂതുവിൻ, കാഹള ഊതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ എന്ന്, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ. യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. വീണ്ടും വായിക്കുമ്പോൾ സ്വത്രം നഹൂമിന്റെ പുസ്തകം 1-ാം അധ്യായം 5, 6, 10 വാക്യം വായിക്കുമ്പോൾ നഹൂമിന്റെ പുസ്തകം 1-ാം അധ്യായം 5, 6, 10 വാക്യം വായിക്കുമ്പോൾ അവന്റെ മുൻപിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു. സ്വത്രം, കുന്നുകൾ ഉരുകിപ്പോകുന്നു. അവന്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു. വായിച്ചേ, അവന്റെ മുൻപിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു,
കുന്നുകൾ ഉരുകിപ്പോകുന്നു. അവന്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു. മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ അടുത്ത് അവന്റെ ക്രോധത്തിന് മുൻപിൽ ആർ നിൽക്കും. ആ ദൈവത്തിന്റെ ക്രോധത്തിന്റെ മുമ്പിൽ സ്നേഹിത നമുക്ക് ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. 2 കൊരിന്ത്യർ 6:2 ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. കൃപയുടെ കവാടം അടയും മുമ്പേ അരുമനാഥനാകുന്ന യേശുവിന്റെ മുൻപിൽ ഒന്ന് വിട്ടുകൊടുക്കാമെങ്കിൽ രക്ഷിക്കുന്ന ഒരുവൻ, ശിക്ഷകളെ മാറ്റി പാപത്തെ ക്ഷമിച്ച് കഴുകിക്കളയാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രി യേശു ക്രിസ്തു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8:1 പറയുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എപ്പോൾ ക്രിസ്തു യേശുവിൽ? ഹല്ലേലൂയ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് വേദപുസ്തകം പറയുമ്പോൾ എപ്പോൾ ശിക്ഷാവിധി ഇല്ല എന്ന് ചോദിച്ചാൽ 7-ാം അധ്യായം അവസാന 2 വാക്യം വായിച്ചിട്ട് 8-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അത് കറക്റ്റ് ആകും. വായിച്ചേ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, താങ്കളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ജീവിതത്തിനകത്ത് ആമേൻ അരുതരുതാത്ത പാവങ്ങൾ, കണ്ണിൽ അരുതരുതാത്ത പാവങ്ങൾ, കാലിൽ അരുതരുതാത്ത പാവങ്ങൾ, ചിന്തയിൽ, വിചാരത്തിൽ, വാക്കിൽ, നോട്ടത്തിൽ അരുതരുതാത്ത പാവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന താങ്കളോട് എൻ്റെ ദൈവം പറയുകയാണ്, മക്കളെ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന്, ഞാൻ പാവി എന്ന്, ഞാൻ കുറവുള്ള ആളെന്ന്, ഞാൻ തെറ്റുള്ള ആളെന്ന് മുട്ടുമടക്കാമെങ്കിൽ ചൂള പോലെ കത്തുന്ന ദിവസം നീ അതിനകത്ത് നശിക്കത്തില്ല. നിനക്ക് നിത്യതയിൽ കയറി പോകാം. ഇന്ന് രാത്രി ഒന്ന് നിലവിളിക്കാമെങ്കിൽ, ഒന്ന് മുട്ടുമടക്കാമെങ്കിൽ, ഒന്ന് ഹൃദയം തുറക്കാമെങ്കിൽ, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാമെങ്കിൽ, ഇനിയുള്ള ജീവിതം യേശുവിനായി സമർപ്പിക്കാമെങ്കിൽ, അപ്പനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാമെങ്കിൽ, പാപ വഴി വിട്ട് ക്രിസ്തുവിന്റെ വഴിയിലേക്ക് വരാമെങ്കിൽ, ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുന്നൊരു ദൈവം ഈ ഓലത്താന്നി ദേശത്ത്, കവിതനാട് ദേശത്ത് വന്നിട്ടുണ്ട്. അടുത്ത വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കണ്ണുനീരുകളെ ഒപ്പുക മാത്രമല്ല, ഹൃദയത്തിനകത്ത്, ജീവിതത്തിനകത്തുള്ള ആസക്തികള്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യന്, അപ്പാ ഞാൻ തകരാൻ ഒരുക്കമാണ്, ഞാൻ ആ ക്രൂശോട് ചേർന്ന് ഗലാത്യർ 2:20 ഞാൻ ക്രൂശിക്കപ്പെടുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നെ തന്നെ ത്യജിക്കാൻ, നാൾ തോറും എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് അപ്പനെ അനുഗമിക്കാൻ ഞാൻ ഒരുക്കമാണപ്പാ. യേശുവില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട, യേശുവില്ലാത്തൊരു സെക്കൻഡ് എനിക്ക് വേണ്ട. ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 3-ാമത്തെ ഭാഗത്തിനകത്ത് വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഒരപ്പന് 2 മക്കൾ, ഒരു മകൻ സ്വത്രം സകലതും അപ്പനിൽ നിന്ന് വാങ്ങി വിറ്റ് നശിപ്പിച്ച് ദൂർത്തടിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. സകലവും അവൻ നശിപ്പിച്ച ശേഷം അവനിത് എല്ലാം നശിപ്പിച്ചു. അവനൊന്നുമില്ല. അതുവരെ കൂട്ടുകാരുണ്ടായിരുന്നു, പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു, സ്നേഹിതരുണ്ടായിരുന്നു. സമ്പത്ത് മുഴുവനും തീർന്നപ്പോൾ കൂട്ടുകാർ മാറി, സ്നേഹിതർ മാറി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് നിനക്ക് സ്നേഹിതരുണ്ടായിരിക്കാം, ഇന്ന് നിനക്ക് കൂട്ടുകാരുണ്ടായിരിക്കാം. പക്ഷെ നിന്റെ സമ്പത്ത് നീങ്ങുമ്പോൾ കൂട്ടുകാർ മാറിപ്പോകും. നിനക്കൊരു പ്രയാസം വന്നാൽ കൂട്ടുകാർ നിന്റെ അടുക്കൽ കാണത്തില്ല. നിനക്കൊരു ദുഃഖം വന്നാൽ കൂട്ടുകാർ അകന്നു പോകും. നിനക്കെല്ലാം ഉള്ളപ്പോൾ നിന്റെ കൂട്ടുകാർ നിന്റെ അടുത്തിരിക്കും. എന്നാൽ എല്ലാം തീരുമ്പോൾ കൂട്ടുകാർ അകന്നു പോകും. അപ്പോഴും അകലാത്ത ഒരു കർത്താവിനെ നീ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ആ കർത്താവിനെ രക്ഷിക്കാൻ മതിയായവനാണ്. ഹല്ലേലൂയ. അകറ്റിവിടാത്തൊരു കർത്താവ്. ഇതാ ഇവിടെ ഈ ഇളയ മകൻ, അപ്പന്റെ ഇളയ മകൻ സകലവും നശിപ്പിച്ച് ദൂർത്തടിച്ച് ആ സ്തോത്രം വിശപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റാതെ പന്നി തിന്നുന്ന വാള വരെയെങ്കിലും കിട്ടിയാൽ എനിക്ക് രക്ഷപ്പെടാമെന്ന് അവൻ ആഗ്രഹിച്ച് കാത്ത് സ്തോത്രം പല സ്ഥലങ്ങളിൽ പലരെ ആശ്രയിച്ചു. പക്ഷേ പന്നിക്ക് കൊടുക്കുന്ന വാള വരെ പോലും കിട്ടിയില്ല ഭക്ഷിക്കാൻ. കിട്ടാതായപ്പോൾ അയാളുടെ കണ്ണ് തുറന്നു. അയാൾ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര കൂലിക്കാരുണ്ട്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര കൂലിക്കാരുണ്ട്, ഞാൻ തിരിച്ചു പോകും. ഇന്ന് രാത്രി പാപത്തിൽ ജീവിക്കുന്ന സഹോദര, യേശുവിൻ്റെ അടുക്കൽ നീ കഴിഞ്ഞ നാൾ നിനക്ക് യേശുവിനെ അറിയാം, യേശുവിനെ കണ്ടുമുട്ടിയ ആളാണ്. നീ പിന്മാറി പോയതാണെങ്കിൽ ഇന്ന് രാത്രി ശുദ്ധീകരിക്കാൻ കഴിവുള്ള യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. അപ്പൻ്റെ ഇളയ മകൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പനിൽ
നിന്ന് എല്ലാം വാങ്ങിയിട്ട് പിന്മാറിപ്പോയ സഹോദര സഹോദരി, മാന്യ ശ്രോതാവേ, ഇന്ന് രാത്രി ആമേൻ കനലിൽ ചുട്ട അപ്പവും മീനുമായി തിബരിയാസ് കടലിന്റെ കരയിൽ യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിനകത്ത് യേശു ക്രിസ്തു ഇറങ്ങിയതുപോലെ, പത്രോസിനെ തേടി ഇറങ്ങിയതുപോലെ ഈ രാത്രി ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്, നിന്നെ തേടി ഈ ദേശത്ത് ഒരുവൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് യേശു ക്രിസ്തു അത്രേ. നിനക്ക് തരുവാൻ അപ്പം ചുട്ട്, നിനക്ക് തരുവാൻ മീൻ ചുട്ട് ആമേൻ കാത്തു നിൽക്കുന്ന യേശു ഇതാ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. നീ പിന്മാറിപ്പോയോ? നീ നഷ്ടപ്പെട്ടു പോയോ? നീ അകന്നു പോയോ? പേടിക്കണ്ട. നിന്നെ വീണ്ടും രക്തം കൊണ്ട് കഴുകി ഈ ചൂള പോലെ കത്തുന്ന നാൾ, ആ നാളിൽ നീ തകർന്നു പോകാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ വചനം നിന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകബന്ധം കൈവെടിയും ദ്രോഹിച്ചു നിന്നെ പുറന്തള്ളും പാവനന്ദൻ സ്നേഹത്തോടെ അരികിലുണ്ട്. കടന്നുവാ, കടന്നുവാ, കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു. കടന്നുവാ, കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാ ബന്ധവും കൈവിടും. ഹല്ലേലൂയ. സകലരും നിന്നെ ഒറ്റപ്പെടുത്തും. പക്ഷെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കുന്ന ഒരുവൻ ഇന്ന് രാത്രി ദേശത്തോട് പറയുകയാണ്, മാന്യ ശ്രോതാവേ, നിന്നെ വീണ്ടും ചേർത്തണയ്ക്കാൻ ഒരുവൻ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. തിബരിയാസിന്റെ കടൽക്കരയിൽ സ്വത്രം പത്രോസ് പിന്മാറിപ്പോയപ്പോൾ, വീണ്ടും വള്ളവും വലയും എടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ പോയപ്പോൾ സ്വത്രം അവനെ തേടി ഇറങ്ങിയ താക്കോൽ യേശു കൊടുത്തിട്ടുള്ളത് കൊണ്ടും അവനോടുള്ള സ്നേഹം കൊണ്ടും പിന്മാറിപ്പോയവനെ തേടി ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ വെളിപ്പെട്ട പത്രോസ് ഇപ്പോഴിതാ ക്രിസ്തുവിൽ നിന്ന് അകന്ന് ഇതാ മീൻ പിടിക്കുകയാണ്. എന്നാൽ മീൻ പിടുത്തക്കാരനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുവാൻ ഉള്ള ആലോചന കിട്ടിയിരിക്കെ അവനിലൂടെയുള്ള ദൂതുകൾ നിറവേറ്റാൻ പിന്മാറിപ്പോയവന്റെ അടുക്കൽ ഒരുവൻ ഇറങ്ങി. യഹൂദ ഗോത്രത്തിലെ സിംഹം, ഇരുന്നവൻ ഇരിക്കുന്നവൻ, വരുന്നവൻ, ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും, ആരംഭവും അവസാനമായിട്ടുള്ള കർത്താവ് തിബരിയാസിന്റെ കടൽക്കരയിൽ ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി ഈ ദേശത്തും ചില വ്യക്തികളെ തൊടാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇതാ ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളിൽ നീ എൻ്റെ മടിയിൽ ഇരുന്നതല്ലേ, നിന്റെ കയ്യിൽ ഇരുന്നതല്ലേ, നിനക്ക് എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നോ? ഞാൻ നിന്നെ കരുതിയില്ലേ? എന്നിട്ട് നീ എല്ലാം എന്നിൽ നിന്ന് വാങ്ങിയിട്ട് നീ ദൂരദോഷത്ത് നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ പോയില്ലേ? സ്തോത്രം. നീ ചെന്നായുടെ കയ്യിൽ അകപ്പെട്ട് നിന്റെ കൃപ നഷ്ടപ്പെട്ട്, നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ട്, നിന്റെ സമാധാനം നഷ്ടപ്പെട്ട്, നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട് നീ ആയിരിക്കുകയല്ലയോ? എന്നാൽ ഇന്ന് രാത്രി യേശു കർത്താവ് ഇതിനകത്ത് ആരെ വിളിക്കുകയാണ്? ഈ ദേശത്തെ ആരെ വിളിക്കുകയാണ്? അവിടെ അവനായിരിക്കുമ്പോൾ എല്ലാവരും മാറി, എല്ലാവരും അകന്നു പോയി. പൈസ ഉണ്ടായിരുന്ന സമയത്ത് കൂട്ടുകാരുണ്ടായിരുന്നു, പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ ഇതാ ഒറ്റപ്പെട്ടു, ഒറ്റയ്ക്കായി. ഹല്ലേലൂയ. എന്നാൽ ഒറ്റയ്ക്ക് നിന്നവനെ ചേർത്ത് പിടിക്കാൻ ഒരുവൻ ഇറങ്ങി. യേശു ക്രിസ്തു കണ്ണ് തുറന്നു. അവൻ നോക്കിയപ്പോൾ അവന് മനസ്സിലായി, എൻ്റെ വീട്ടിനകത്ത് തിരിച്ചു പോകാം. അവിടെ കൂലിക്കാരൻ, എനിക്ക് അവിടെ ഭക്ഷണമുണ്ട്. അവർ കൂലിക്കാരൻ ഒരുത്തനെ പോലെ എന്നെ കാണണമേ എന്ന് പറഞ്ഞ് അപ്പൻ്റെ അടുക്കൽ തിരിച്ചു വരുന്ന മകൻ നോയികെ. തിരിച്ചു വരുമ്പോൾ അപ്പൻ കാത്തിരിക്കുകയാണ്. ദൂരെ നിന്ന് വരുമ്പോൾ ആ വസ്ത്രം കണ്ടപ്പോൾ ഏറ്റവും ചെളിയുണ്ട്, ഏറ്റവും മുഷിഞ്ഞിരിക്കുകയാണ്, പാപം നിറഞ്ഞിരിക്കുന്നു, അഴുക്ക് നിറഞ്ഞിരിക്കുന്നു, ദുർഗന്ധം വമിക്കുന്നുണ്ട്, തലമുടി നീട്ടി വളർത്തിയിട്ടുണ്ട്, കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല, ഓ ഒരു വൃത്തിയുമില്ല. കണ്ടാൽ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ സ്വന്തം അപ്പന് തിരിച്ചറിയാം.
അപ്പൻ തിരിച്ചറിയാം. ഓ, ആർക്ക് തിരിച്ചറിയാം? എത്ര അകന്ന് പോയാലും, എത്ര മാറിപ്പോയാലും, എത്ര തളർന്ന് അകന്ന് പോയാലും സ്വത്രം തിരിച്ചറിയാന്നുള്ളൊരു അപ്പൻ കാത്തിരിക്കായിരുന്നു. അവന് കൊടുക്കാൻ മോതിരവും അവൻ്റെ കാലിന് ചെരുപ്പും അവനെ ധരിപ്പിക്കാൻ വസ്ത്രവും വെച്ചുകൊണ്ട് കാത്ത് 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 ഒരുവൻ ഇരിക്കുകയായിരുന്നു. അതാണ് അപ്പൻ. ഇന്ന് രാത്രി നിന്നെ കാത്ത് ഒരുവൻ. നഷ്ടപ്പെട്ട അധികാരം, നഷ്ടപ്പെട്ട അഭിഷേകം, നഷ്ടപ്പെട്ട കൃപാവരം, നഷ്ടപ്പെട്ട ദൈവശക്തി നിന്റെ മേൽ പകരാ. ഓ, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ കഴിവുള്ള ഒരുവൻ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. സ്വത്രം. ഈ അപ്പൻ കാത്തിരിക്കുമ്പോൾ ഈ മകൻ ഓടി വന്ന് അപ്പൻ്റെ അടുക്കൽ വരുമ്പോൾ, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യതയുള്ളവനല്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പൻ എല്ലാവരും വിളിച്ചു വരുത്തി. ഭയങ്കര ആനന്ദം കണ്ടോ. പാപി മാനസാന്തരപ്പെടുമ്പോഴാണ് ആനന്ദം. പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും. പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം ആനന്ദിക്കും. 100 ആട് ഒരു ഇടയൻ ഉണ്ടെന്നിരിക്കട്ടെ, ഒരാട് നഷ്ടപ്പെട്ടു പോയാൽ 99 വിട്ടിട്ട് ഒന്നിനെ തേടി പോകുന്ന ആത്മമണവാളൻ, ആത്മമണാളനെ, ആനന്ദദായക, ആശ്വാസം നീ മാത്രമേ. ആത്മമണാളനെ, ആനന്ദദായക, ആശ്വാസം നീ മാത്രമേ. വിശ്വാസപാതയിൽ വീഴാതെ നിൽക്കുവാൻ നിൻ കൃപയേകിടണേ. വിശ്വാസപാതയിൽ വീഴാതെ നിൽക്കുവാൻ നിൻ കൃപയേകിടണേ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപാ മതി, നീ എൻ്റെ നാഥനല്ലോ. യേശുവേ, നീ എൻ്റെ ദൈവമല്ലോ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപാ മതി, നീ എൻ്റെ നാഥനല്ലോ. യേശുവേ, നീ എൻ്റെ ദൈവമല്ലോ. എന്നിലും ഭക്തന്മാർ, എന്നിലും ശക്തന്മാർ എത്രയോ പേർ വീണുപോയി. എന്നിലും ശക്തന്മാർ, എന്നിലും ഭക്തന്മാർ എത്രയോ പേർ വീണുപോയി. ഏഴയാം ഞാൻ നിന്റെ സന്നിധിയിലെന്ന് നിൽക്കുന്നതും കൃപയേ. ഏഴയാം ഞാൻ നിന്റെ സന്നിധിയിൽ ഇന്ന് നിൽക്കുന്നതും കൃപയേ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി, നീ എൻ്റെ നാഥനല്ലോ. യേശുവേ, നീ എൻ്റെ ദൈവമല്ലോ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി, നീ എൻ്റെ നാഥനല്ലോ. യേശുവേ, നീ എൻ്റെ ദൈവമല്ലോ. യേശുവേ, നീ എൻ്റെ അപ്പനല്ലോ. ഈ കൃപയ്ക്കായി നന്ദിയപ്പാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പൻ്റെ ഇളയ മകൻ ഓടി അപ്പൻ്റെ അടുക്കൽ വന്നു. എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് വന്നേ. പക്ഷേ അപ്പനോട് പറഞ്ഞു, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ പിള്ള എന്ന് വിളിക്കാൻ, നിന്റെ മകൻ എന്ന് വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഓ, നിൻ മകനെന്നു വിളിച്ചിടാനായി യോഗ്യതയില്ലേലും സ്വർഗപിതാവേ, നിൻ ഭവനത്തിൽ അഭയം നൽകണമേ. ഇന്നും അഭയം നൽകണമേ. മടങ്ങി വരുന്നു ഞാൻ നാഥ, മടങ്ങി വരുന്നു ഞാൻ. സുബോധമോടെ തിരുസന്നിധിയിൽ മടങ്ങി വരുന്നു ഞാൻ. ഡാഡി, മടങ്ങി വരുന്നു ഞാൻ, മടങ്ങി വരുന്നു ഞാൻ. അപ്പച്ച, മടങ്ങി വരുന്നു ഞാൻ. ചേർന്ന് പഠിക്കേ. മടങ്ങി വരുന്നു ഞാൻ. അപ്പച്ച, മടങ്ങി വരുന്നു ഞാൻ. മടങ്ങി വരുന്നു ഞാൻ. നാഥ, മടങ്ങി വരുന്നു ഞാൻ. ആരൊക്കെ പറയാം, അപ്പച്ച ഞാൻ മടങ്ങി വരാൻ ഒരുക്കമാണ്. എൻ്റെ കുറവുകൾ, എൻ്റെ തെറ്റുകൾ വലുതാണപ്പാ. നിന്നിൽ നിന്നെല്ലാം അപകരിച്ച്
സകലം തീർത്തിട്ട് അപമാനപാത്രമാക്കി നിന്റെ നാമത്തെ ദൂഷിപ്പിച്ച് കർത്താവെ ഞാൻ അപമാനപാത്രമായി തിരിച്ചു വന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അപ്പൻ അതൊന്നും ചോദിച്ചില്ല, കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. അപ്പോൾ എല്ലാവരും വിളിച്ചു കൂട്ടി വലിയൊരു സത്യം ഒരുക്കി. ആ മകനെ കുളിപ്പിക്കാൻ പറഞ്ഞു വിട്ടു, തലമുടി വെട്ടിച്ചു, പുതിയ വസ്ത്രം ഇടിയിച്ചു, പൊന്മോതിരം ഇടിയിച്ചു, കാലിൽ ഇടാൻ ചെരുപ്പ് കൊടുത്തു. ഓ എന്തൊരാനന്ദം, എന്തൊരാനന്ദം! യേശുവിൻ്റെ അടുത്തുള്ള ആനന്ദം വേറെ ഒരിടത്തും, യേശുവിൻ്റെ അടുത്തുള്ള ആനന്ദം ഈ ലോകത്തിൽ ഒരിടത്തും. ആമേൻ. യേശുവിൻ്റെ അടുത്ത് എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദമുണ്ടല്ലോ, ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, താങ്കൾ എത്ര അകന്നു പോയാലും, മാറിപ്പോയാലും, പാപത്തിലേക്ക് പോയാലും, പിന്മാറിപ്പോയാലും, ഇന്ന് പിന്മാറിയതിന് ചതഞ്ഞ ഓട ഓടിക്കാത്ത എൻ്റെ ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത എൻ്റെ ദൈവം, കാരമില്ലാത്ത ഉപ്പിനെ രുചി പകരുവാൻ ശക്തിയുള്ള ദൈവം, സ്തോത്ര അണഞ്ഞ വിളക്കിനെ കത്തിക്കാൻ ശക്തിയുള്ള ദൈവം ഈ ദേശത്ത് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. എവിടൊക്കെ നീ പിന്മാറിപ്പോയെങ്കിൽ ഒന്നും കൂടെ ഓട്ടിക്കാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ക്രിസ്തുവിൽ ഫലം കായ്ക്കുവാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന സ്തോത്രം ക്രിസ്തുവിൽ ആമേൻ ഒട്ടിക്കുവാൻ മതിയായ കർത്താവ് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ആമേൻ പോയി ഫലം കായ്ക്കാൻ, ആ ഫലം നിലനിർത്തുവാൻ, കർത്താവിനായി നിലനിൽക്കുവാൻ, അന്ത്യം വരെ ഓടുവാൻ ദൈവത്തിന് ചില വ്യക്തികളെ വേണം. എൻ്റെ കർത്താവ് ചിലരെ ഒട്ടിക്കാൻ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൻ്റെ ഇളയ മകൻ വന്നു. സ്വത്ര അപ്പൻ അതിനെ എടുത്ത് നല്ല ഒലിവിൽ അങ്ങൊട്ടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കാട്ടൊലിവ. എന്നിട്ടും കനിഞ്ഞ യേശുവിന് എത്രക്കറിയാം. എന്നിട്ടും കനിഞ്ഞു, എന്നിട്ടും അടുത്ത് വന്നു, എന്നിട്ട് സ്നേഹിച്ചു, എന്നിട്ടും മാറോട് ചേർത്തു, എന്നിട്ടും ഒട്ടിച്ചു. ഇന്ന് രാത്രി ചൂള പോലെ കത്തുന്നൊരു നാൾ വന്നിട്ടുണ്ട്. അന്ന് വീഴാതിരിക്കണമെങ്കിൽ ഇന്ന് ഏത് പാവിയായാലും ആ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ഒരു വിടുതലുണ്ട്, ഒരു നിത്യതയുണ്ട്. ഉറപ്പായിട്ട് കർത്താവിൻ്റെ രാജ്യത്തിൽ നമുക്ക് പോകാം. കർത്താവിൻ്റെ രാജ്യത്തിൽ നമുക്ക് ധൈര്യത്തോടെ പോകണമെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ചൂള പോലൊരു കത്തുന്ന ഒരു നാൾ വരുന്നു. സഭാപ്രസംഗി പുസ്തകം 11-ാം അധ്യായം 9-10 വാക്യം വായിക്കുമ്പോഴും 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോഴും വേദ പുസ്തകം പറയുന്നു. സഭാപ്രസംഗികളുടെ പുസ്തകം 11-ാം അധ്യായം 9-10 വാക്യം വായിക്കുമ്പോഴും അതിൻ്റെ 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോഴും വായിച്ചേ. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണോ നടന്നുകൊള്ളുക. നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ നിനക്ക് ബോധിച്ചവണ്ണോ നീ നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം, നീ നടക്കുന്ന ഈ നടപ്പു നിമിത്തം, നിന്റെ കൺമോഹം നിമിത്തം, നിന്റെ പാപവഴി നിമിത്തം, നിന്റെ ജഡമോഹം നിമിത്തം, നിന്റെ ജീവനത്തിന്റെ പ്രതാപം നിമിത്തം, നിന്റെ പാപം നിമിത്തം, അടുത്ത വരി, ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. ദൈവം നിന്നെ ഒരു ദിവസം ന്യായവിസ്താരത്തിൽ വരുത്തും എന്നുള്ള കാര്യം നീ മറക്കരുതേ. യൗവനത്തിൽ ചുറുചുറുക്കുള്ളപ്പോൾ എന്തും ചെയ്യണമെന്ന് തോന്നും, പലതും ചെയ്യാമെന്ന് തോന്നും. ആരെയും വകവയ്ക്കാത്ത കാലഘട്ടമാണ് ഈ കാലഘട്ടം. ആര് പറഞ്ഞാലും അംഗീകരിക്കാത്ത, ആര് പറഞ്ഞാലും മുട്ടുമടക്കാത്ത കാലഘട്ടം. എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, തിരുവചനം ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്. യൗവനക്കാരാ, നീ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിനക്ക് ബോധിച്ച വണ്ണമാണ് നീ നടക്കുന്നതെങ്കിൽ, ഒരു ന്യായവിധിയിലേക്കാണ് നീ നടക്കുന്നു എന്നുള്ള കാര്യം മറക്കരുതേ. അടുത്ത വരി, ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി. നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായയത്രേ. ബാല്യവും യൗവനവും മായയത്രേ. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ യൗവന കാലത്ത്, ഓലത്താ നീ ദേശമേ, കവിത നട ദേശമേ, നിന്റെ യൗവനകാലത്ത് എൻ്റെ കർത്താവിനെ, സൃഷ്ടാവിനെ, നിന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ഈ സകലത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തെ നീ കണ്ടുമുട്ടിയില്ലെങ്കിൽ ചൂള പോലെ കത്തുന്നൊരു നാളുണ്ട്. ഈ ദൈവത്തെ നീ കണ്ടുമുട്ടിയാൽ
അവിടെ നിനക്ക് പേടിക്കാനില്ല. നീ എൻ്റെ അപ്പൻ്റെ കൂടെ നിൽക്കും. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ. എനിക്ക് ഇഷ്ടമില്ല ദുർദിവസങ്ങൾ വരികയും. മതി, ദുർദിവസങ്ങൾ വരും. അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ മടങ്ങി വരുവാൻ തിരുവചനം പറയുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, മെനഞ്ഞാൻ ചിന്തിച്ചു, യേശുവിൻ്റെ സ്നേഹം, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. അതിന് പുത്രനാകുന്ന യേശുവിനെ തന്നു. പഴയ നിയമത്തിനകത്ത് എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ എവിടെയൊക്കെ ഉൽപ്പത്തിയിലാരെന്നും പുറപ്പാടി ലേവ്യ സംഖ്യ ആവർത്തനത്തിൽ ഇങ്ങോട്ട് മലാഖി വരെയും യേശുവിനെ വെളിപ്പെടുത്തി ഒന്നാമത്തെ രാത്രി. ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളൊരു കാര്യം ഒരു കല്ലി പറഞ്ഞേ. എവിടെ സിസ്റ്ററെ ഓർക്കാൻ? എപ്പം മറന്നെന്ന് ചോദിച്ചാൽ മതി. ഉൽപ്പത്തിയിൽ യേശു ആരായിരുന്നു എന്നും, പുറപ്പാടിൽ യേശു എന്ത് ചെയ്തെന്നും, ലേവിയയിൽ എന്ത് ചെയ്തെന്നും, സംഖ്യയിൽ എന്ത് ചെയ്തെന്നുള്ള കാര്യം ആരെങ്കിലും മറന്നോ? എല്ലാം മറന്നു അല്ലേ? സ്വത്രം. നിങ്ങളിപ്പോൾ പറഞ്ഞപ്പം ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയ, സംഖ്യ ഓർമ്മ വന്നു. ബാക്കി ഇനി ഓർത്തെടുക്കാം, പിന്നെ ഞാൻ പറയാന്നല്ലേ. കരങ്ങൾ കാലി പറഞ്ഞേ. സ്വത്രം. അപ്പോൾ രണ്ടാം ദിവസം സ്വത്രം നമ്മൾ ആഴമായ ഒരുപാട് തിരുവചനങ്ങൾ ചിന്തിച്ച അവസാനം യേശുവിൻ്റെ വരവെങ്ങനെയാണെന്ന് ചിന്തിച്ചു. ഈ മൂന്നാമത്തെ ദിവസം അവസാനം ഇനി അല്പസമയം കൂടെ ഉള്ളൂ. ഇതുവരെയും ദൈവവചനത്തിൽ കൂടെ ശക്തമായി വ്യക്തമായി സംസാരിച്ചുകൊണ്ട് യേശു ക്രിസ്തു ചോദിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യവും, ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം ആദ്യം വായിക്കാം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അടുത്ത. എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എന്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. ഒന്നുകൂടെ ആദ്യത്തെ ഭാഗം മാത്രം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മതി. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ജീവിക്കുമോ? ഓലത്താന്നി കവിതയുടെ ദേശത്തോട് ചോദിക്കട്ടെ, ജീവിക്കുമോ? ഇനി ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം വായിച്ചേ. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഓലത്താന്നി കവിത നട ദേശമേ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, എപ്പോഴെങ്കിലും താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇവിടെ മരിച്ചാൽ എവിടെ പോകും? ജനിച്ചിട്ടുണ്ടോ? മരിച്ചേ തീരും. ജനനം യാഥാർത്ഥ്യമെങ്കിൽ മരണവും യാഥാർത്ഥ്യമാണ്. ജനനവും മരണവും യാഥാർത്ഥ്യമെങ്കിൽ, പകലും രാത്രിയും യാഥാർത്ഥ്യമെങ്കിൽ, നിത്യതയും നിത്യനരകവും യാഥാർത്ഥ്യമാണ്. നിത്യതയും നിത്യനരകവും യാഥാർത്ഥ്യമാണ്. താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ കർത്താവ് ഇവിടം വിട്ട് നമ്മളെ വിളിച്ചാൽ എവിടെ പോകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്? സ്വത്രം. അതിനുശേഷം എന്താ സംഭവിക്കുക? ഇവിടെ കണ്ണടച്ചാൽ പിന്നൊരു ജീവിതം ഉണ്ടോ? അനേകർ പറയും പക്ഷികളായി, മൃഗങ്ങളായി, ഇഴജാതികളായി ഒക്കെ മാറുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ സഭാപ്രസംഗി പുസ്തകം 12-ന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് അങ്ങനെയല്ല. വായിച്ചേ. ആയിരുന്നത് പോലെ, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യും? മടങ്ങിപ്പോകും. ഹല്ലേലൂയ. പൊടി പണ്ടായിരുന്നത് പോലെ തിരികെ ചേരും. ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകും. സ്തോത്രം. അപ്പൊ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ കണ്ണടച്ചാൽ പക്ഷികളായി, മൃഗങ്ങളായി മാറുമെന്നല്ല വേദപുസ്തകം പറയുന്നത്. പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് പോവുകയും ആത്മാവ് അതിനെ നൽകിയവൻ്റെ അടുക്കലേക്ക് പോവുകയും ചെയ്യും. ജനിച്ചാൽ ഈ ഭൂമി വിട്ട് പോയേ തീരൂ. പ്രാർത്ഥിക്കുന്നവന് മരണമുണ്ട്, പ്രാർത്ഥിക്കാത്ത ആളിന് മരണമുണ്ട്. യേശുവിനെ ആരാധിച്ച് കർത്താവിൽ ജീവിക്കുന്ന പൈതലിനും ഇതിനെ അഭിമുഖീകരിച്ചേ പറ്റൂ. അല്ല, ദൈവത്തെ കണ്ടുമുട്ടാത്തവർക്കും ഇത് പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ സങ്കീർത്തനം 116-ാം അധ്യായം വായിക്കുമ്പോൾ 15-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, തൻ്റെ ഭക്തൻ്റെ മരണം
യഹോവയ്ക്ക് വിലയേറിയതാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവർക്കും ഈ ഭൂമി വിട്ട് പോയേ തീരൂ. യേശുവിനെ കണ്ടുമുട്ടാത്തവരും ഈ ഭൂമി വിട്ട് പോയേ തീരൂ. പക്ഷെ ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന, യേശുവിനെ കർത്താവായി സ്വീകരിച്ച, രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതലിന് ഉറപ്പുണ്ട്, ഇവിടം വിട്ട് ഞാൻ കണ്ണടച്ചാൽ മറ്റൊരു സ്ഥലത്ത് കണ്ണു തുറക്കും. 2 സ്ഥലം, ഈ ഭൂമി വിട്ടു പോയാൽ 2 സ്ഥലമുണ്ട്. ഒന്ന്, യേശുവിനെ ഈ കർത്താവായി സ്വീകരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതൽ ഇവിടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നേരെ പോകുന്നത് സ്വത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. സ്വത്രം അവിടെയാണ് കണ്ണ് തുറക്കുന്നത്. സ്വർഗത്തിൽ കണ്ണുകളെ തുറക്കും. എന്നാൽ സ്വത്രം ഒരു പാവി, യേശുവിനെ കണ്ടുമുട്ടാത്ത ഒരു മനുഷ്യൻ ഇവിടെ കണ്ണടച്ചാൽ നേരെ ചെന്ന് കണ്ണ് തുറക്കുന്നത് സ്വത്രം പാതാളത്തിനകത്ത്, തീക്കകത്താണ്. അവിടെ പുഴുക്കളുണ്ട്, കൃമികളുണ്ട്, തീ ആളിക്കത്തുന്നുണ്ട്, ടാർ ഉരുകുന്നത് പോലെ ഉരുകുന്നുണ്ട്. അവിടെ ചാകാത്ത പുഴുവും സ്വത്രം ചാകാത്ത കൃമി കൊണ്ടുള്ള പുതപ്പും പുഴു കൊണ്ടുള്ള മെത്തയുമാണ് എന്ന് വേദപുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്വത്രം ഈ ഭൂമിയിൽ സങ്കീർത്തനങ്ങൾ 90:10 വായിക്കുമ്പോഴും, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 2-3 വാക്യം വായിക്കുമ്പോഴും ഏറിയാൽ 70 അല്ലെങ്കിൽ 80, സ്വത്രം ഉൽപ്പത്തിയിൽ പറയുന്നു 120 വയസ്സ് വരെ. എന്നാൽ സ്വത്രം ഇന്ന് വയസ്സ് പ്രായ ഭേദമില്ല. ദൈവം വിളിക്കുമ്പോൾ ഏത് മനുഷ്യനും എവിടെ നിന്നായാലും പോയേ തീരും. പോകുമ്പോൾ എവിടെ പോകും, എവിടെ കണ്ണ് തുറക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടത്തെ ജീവിതം ഒരു 4 വിരൽ നീളം, 4 വിരൽ നീളം. 80, 90, 100, 110 അറിയത്തില്ല, നമുക്കറിഞ്ഞൂടാ. പ്രായം എപ്പോഴാണ്, എന്നാണ് വിളിക്കുന്ന അറിഞ്ഞൂടാ. പക്ഷേ അതിനുശേഷം, മരണശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം അവസാനിക്കാത്ത ജീവിതമാണ്. യുഗമുള്ള ജീവിതമാണ്. അവസാനിക്കാത്തൊരു ജീവിതമാണ്. ആ അവസാനിക്കാത്ത ജീവിതത്തിനകത്ത് എവിടെ പോകാനാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്? 2 സ്ഥലമുണ്ട്. 1 സ്വർഗം, 2 നരകം. നരകം സ്വത്രം ഒരുക്കിയത്, ദൈവം ഒരുക്കിയത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. എന്നാൽ മനുഷ്യൻ ഇന്ന് അനേകർ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ ലോക പാപങ്ങളെല്ലാം ചെയ്ത് അനേക മനുഷ്യർ ഇന്ന് നരകം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കളോട് പരിശുദ്ധ വചനം വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. താങ്കൾ ഏത് തിരഞ്ഞെടുത്തിട്ടുണ്ട്? സ്വർഗത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുത്തുവോ, അതോ സ്വത്രം ഈ നരകം തിരഞ്ഞെടുത്തുവോ? ഇത് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതാണ്. ഇന്ന് രാത്രി ഈ ദേശത്തിനും ഒരു തിരഞ്ഞെടുപ്പ് ദൈവം ഇട്ടിരിക്കുകയാണ്. ഒരു തിരഞ്ഞെടുപ്പ്. എന്ത് വേണോ തിരഞ്ഞെടുക്കുക. കർത്താവിൻ്റെ രാജ്യത്തിൽ പോകണമെങ്കിൽ കർത്താവിനെ തിരഞ്ഞെടുക്കുക. അതിന് ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കിയേ തീരൂ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പറയുന്നത്, മറ്റൊരുവരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. സങ്കീർത്തന പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 4, 5, 6, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ചേ. യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. അടുത്ത്, എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ശ്രദ്ധിച്ചേക്കണം, എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. അടുത്ത്, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ഒറ്റ ശ്വാസമേ ഉള്ളൂ. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ പേര് പോലും വിളിക്കാത്ത ഒരു അന്തരീക്ഷമാണ്. സ്തോത്രം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ മനുഷ്യന്. ഇവിടെ ഒരു മനുഷ്യൻ കണ്ണടച്ചാൽ അവിടെ എവിടെ പോകും? ഞാൻ പറയാം, ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. പഴയ നിയമത്തിൽ മോശ എന്ന ഭക്തൻ കണ്ണുകളടയ്ക്കുമ്പോൾ, കണ്ണുകളടച്ചത് മരിച്ചു അടക്കപ്പെട്ടതും കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ് മോശയെ അടക്കം ചെയ്തത്. മോശ കർത്താവിനോട് കൂടെ കയറിപ്പോയി. അതുപോലെ പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ സ്റ്റേഫാനോസ് എന്ന വ്യക്തി, ഒരുപാട് പേരുണ്ട്. സ്റ്റേഫാനോസ് എന്ന വ്യക്തി ഈ ഭൂമിയിൽ കല്ലേറ് കൊണ്ടാണ് മരിച്ച്, പക്ഷെ ക്രിസ്തുവിനായിട്ട് ജീവിച്ചു. ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലേക്ക് കയറിപ്പോയി. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ശ്രദ്ധിക്കാമോ? ഇന്ന് രാത്രി അല്പനേരം കൂടെ ഒന്ന് ശ്രദ്ധിക്കാമോ? ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ ആയുസ് സ്തോത്രം 4 വിരൽ നീളമാണ്. ഈ 4 വിരൽ നീളം കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ രാജ്യത്തിൽ പോയേ തീരും. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയേ തീരൂ. ഏത് തിരഞ്ഞെടുക്കുക? സ്വർഗം
തിരഞ്ഞെടുക്കുമോ, നരകം തിരഞ്ഞെടുക്കുമോ? ഓ, കണ്ണുനീരില്ലാത്ത സ്വർഗം തിരഞ്ഞെടുക്കുമോ, സമാധാനമുള്ള, സന്തോഷമുള്ള, ഇരുട്ടില്ലാത്ത, രോഗമില്ലാത്ത, ദുരിതമില്ലാത്ത സ്വർഗം തിരഞ്ഞെടുക്കുമോ? അതോ സ്വത്രം 24 മണിക്കൂറും തീ ആളിക്കത്തുന്ന, ടാർ ഉരുകും പോലെ ഉരുകുന്ന, പുഴുക്കൾ സ്വത്രം കിടക്കയായിരിക്കുന്ന, കൃമികൾ മെത്തയായിരിക്കുന്ന ഓ നരക തീ സ്വീകരിക്കുമോ? അതോ കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യത സ്വീകരിക്കുമോ? ഏത് താങ്കൾ സ്വീകരിക്കും? ഓ, രണ്ടും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇത് രണ്ടും. എന്നാൽ ഇവിടം വിട്ട് മരിച്ച ശേഷം നല്ലൊരു അടക്ക ശുശ്രൂഷ കിട്ടിയത് കൊണ്ട് സ്വർഗത്തിൽ പോകൂല. കരവൊന്നടിച്ച് എല്ലാവരും ഒന്ന് കരവൊന്നടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു അടക്ക ശുശ്രൂഷ നമുക്കിവിടെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പോകില്ല, സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല. നല്ലൊരു അടക്ക ശുശ്രൂഷ കിട്ടി. ഒരുപാട് പാടാനുണ്ടായിരുന്നു. 2 മണിക്കൂറോ 5 മണിക്കൂറോ പാട്ടുകാർ പാടി, ഒരുപാട് കീബോർഡ് വെച്ച് വായിച്ചു, ഒരുപാട് പാട്ടുകൾ പാടി, മാറി മാറി പ്രസംഗിച്ചു, നല്ല അനുശോചനം കിട്ടി, നല്ല ഹാരം വെച്ചു, നല്ല റീത്ത് വെച്ചു, എല്ലാം വെച്ചു എന്ന് വെച്ചോ, എല്ലാം ചെയ്തു എന്ന് വെച്ചോ. ഹല്ലേലൂയ, ആമേൻ. അവിടെ പ്രസംഗിക്കും. എങ്ങനെ പ്രസംഗിക്കും? ഓ, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും. നല്ല പേരും പ്രശസ്തിയും വിലയും ഉള്ളവരൊക്കെ അടക്ക ശുശ്രൂഷ ചെയ്യും. പക്ഷെ നേരെ പോകുന്ന സ്ഥലം സ്വർഗമായിരിക്കില്ല. സ്വർഗമായിരിക്കത്തില്ല. പ്രതീക്ഷിക്കാത്ത, സഹിക്കാൻ പറ്റാത്ത, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത, എത്ര കയ്യും കാലോട്ട് അടിച്ചാലും, എത്ര രക്ഷപ്പെടാൻ നോക്കിയാലും രക്ഷപ്പെടാൻ പറ്റാത്ത ഇടത്തേക്കാണ് പാപികൾ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് ഒന്ന് നമുക്കുണ്ടായെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ ആരായാലും ശരി, ഞാൻ വിളിച്ചു പറയട്ടെ, സത്യവചനം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ സത്യവചനം കേട്ട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ സ്വർഗത്തിൽ ഒരുത്തനും പോകത്തില്ലെന്ന്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിന്റെ അടുക്കൽ ഒരു വ്യക്തിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് യേശുക്രിസ്തു വചനത്തിലൂടെ വ്യക്തവും സ്പഷ്ടവുമായി പ്രസ്താവിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു കുറുക്കു വഴിയിലൂടെയും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഒരു പഴുതും തേടി സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഒരു വളഞ്ഞ വഴിയിലൂടെ തേടി സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. രണ്ടുപേരും വന്ന് പാടി പ്രാർത്ഥിച്ചു, ഒരു തലവേദന മാറിയെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകൂല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ച ആളിനെ ഉയർപ്പിച്ചെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകണമെന്നും എന്താ കാര്യം? ആളിൻ്റെ അകത്ത് ആരുമില്ല, യേശുവില്ല. ആമേൻ. ആരില്ല? യേശുവില്ല. രക്ഷയില്ല, മാനസാന്തരമില്ല, സ്നാനപ്പെട്ടിട്ടില്ല, പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ല, ജീവന്റെ പുസ്തകത്തിൽ പേരുമില്ല. പിന്നെ എങ്ങനെ പോകും? ദൈവത്തിന് സ്തോത്രം. നല്ല അടക്ക ശുശ്രൂഷ കിട്ടിയില്ലേ? കിട്ടി. പേരില്ലേ? പേരുണ്ട്. വളഞ്ഞ വഴിയെല്ലാം ഉപയോഗിച്ചു. ഓ, സ്തോത്രം. ആരായിരുന്നു ഇന്നത്തെ ശുശ്രൂഷ? ബിഷപ്പായിരുന്നു. ആരായിരുന്നു ഇന്നത്തെ ശുശ്രൂഷ? ഞങ്ങളുടെ ചർച്ചിൻ്റെ എത്ര ശാഖകളുണ്ടോ എല്ലാ ശാഖയിൽ അച്ഛന്മാരും പാസ്റ്റർമാരും സെൻട്രൽ പാസ്റ്റർ ഉൾപ്പെടെ ശുശ്രൂഷയ്ക്ക് വന്നു. ശുശ്രൂഷയ്ക്ക് വന്നവരെല്ലാം ബലപ്പെട്ടവരാ. അവരെല്ലാം സത്യവചനം പ്രസംഗിച്ചു. അവിടെ ഇരുന്ന് ജനങ്ങളോടെല്ലാം വചനം പറഞ്ഞു കൊടുത്തു, പ്രാർത്ഥിച്ചു, പാട്ടുകൾ പാടി, സ്തോത്രം എല്ലാം ചെയ്തു. മണിക്കൂറുകൾ ഫ്രണ്ടിൽ വെച്ച് ശുശ്രൂഷ ചെയ്തു. ആള് തലേ ദിവസം പോയെങ്കിൽ നേരെ അവിടെ കിടക്കുക. ഇവിടെ ഭയങ്കര കയ്യടിയും പാട്ടും ഇപ്പോൾ സ്വർഗത്തിൽ കൊണ്ടുപോയി എന്ന് സ്വോത്രം പറയക്കൂ. മറ്റേ ആള് തലേ ദിവസം പോയി ഇവിടെ പുഴുകടിക്കുന്നേ, ദേഹം പൊള്ളുന്നേ, ഇതിനൊരു ഇവിടെ പാട്ട് എന്തോന്ന്? സ്വർഗത്തിൽ യേശുവിൻ്റെ അടുത്ത് ഇരിക്കുന്നതിനായി സ്തോത്രം. മറ്റേ ആൾ അവിടെ കിടന്നു, പുഴുവിനകത്ത് കണ്ണിൽ പുഴു, വായിൽ പുഴു, എല്ലായിടും പുഴു, എന്തെല്ലാം ചെയ്തിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവിടെ കിടന്ന ഇടിയും വിളിയും. ഇവിടെ ഭയങ്കര പാട്ട്, ഇവിടെ ഭയങ്കര ശുശ്രൂഷ കഴിഞ്ഞില്ല, ഇവിടെ പാട്ട് നടക്കുന്നതേ ഉള്ളൂ. മറ്റേ ആൾ ഇവിടെ കണ്ണടച്ചത് നേരെ അവിടെ കണ്ണ് തുറന്നു കഴിഞ്ഞു. മറ്റവർ ആ സമയം മുതൽ പാട്ടും തുടങ്ങി, പ്രാർത്ഥന തുടങ്ങി. ആദ്യമേ പറഞ്ഞു, മരിക്കും മുമ്പേ പറഞ്ഞു, ഞാൻ കണ്ണടച്ചാൽ രാവിലെ തൊട്ട് എൻ്റെ അടക്ക ശുശ്രൂഷ ചെയ്യുന്നവരെ നിറഞ്ഞാളിരുന്ന് ഇവിടെ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല രീതിയിലുള്ള ശുശ്രൂഷ തന്ന് വേണം എന്നെ അയക്കാൻ. നല്ലതാണ്. പക്ഷേ യേശുവില്ലെങ്കിൽ എന്ത് പ്രയോജനം? രക്ഷിക്കപ്പെട്ടില്ല, മാനസാന്തരപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല, പരിശുദ്ധാത്മാവ് പ്രാപിച്ചില്ല, സത്യവചനം കേട്ടിട്ട് മുട്ടുമടക്കില്ല, എന്തോന്ന് പ്രയോജനം?
യേശുക്രിസ്തു കോടിക്കണക്കിന് ജനങ്ങളെ മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി അത്ഭുതങ്ങൾ അതിശയങ്ങൾ ചെയ്ത് അവരെല്ലാവരും സ്വർഗത്തിൽ പോയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എല്ലാവരും സ്വർഗത്തിൽ പോകില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവ വ്യവസ്ഥയ്ക്കകത്ത് ജീവിച്ചവർ മാത്രമേ അവിടെ ഉള്ളൂ, അല്ലാത്ത ആരും അവിടെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിന്റെ സത്യവേദ പുസ്തകത്തിനകത്ത് വ്യവസ്ഥയ്ക്കകത്ത് ജീവിച്ച ഒരു പൈതലിനും വേറെ ഈ ലോകത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും അവരെവിടെ പോയി? അവർ നേരെ എവിടെ പോയി? അവരിനെ ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും, കുറ്റം പറഞ്ഞാലും, ഒറ്റപ്പെടുത്തിയാലും, ഒറ്റയ്ക്കാക്കിയാലും, ശുശ്രൂഷ ചെയ്യില്ലെങ്കിലും, പാടിയില്ലെങ്കിലും, കൈയടിച്ചില്ലെങ്കിലും, ആരും ശുശ്രൂഷ ചെയ്തില്ലെങ്കിലും അവരിവിടെ കണ്ണടച്ചപ്പോഴേ നേരെ എൻ്റെ അപ്പൻ്റെ അടുത്ത് മാറിൽ ചാരി അങ്ങോട്ട് വീണു. ഓ, കണ്ണീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, പുഴുക്കളില്ലാത്ത, ഇരുട്ടില്ലാത്ത, രോഗമില്ലാത്ത, ശാപമില്ലാത്ത, ദുരിതമില്ലാത്ത, പ്രതികൂലമില്ലാത്ത, പ്രശ്നമില്ലാത്ത, പ്രതിസന്ധിയില്ലാത്ത അവിടെ എന്തെന്ന് ചെയ്തുകൊണ്ടിരിക്കുക മറ്റേ ആള് സ്വത്ര ഇവിടെ പറഞ്ഞിട്ടാണ് പോയത്. എന്തോന്ന്? നല്ല ശുശ്രൂഷയൊക്കെ ചെയ്യണം, പാടാനുള്ള ആൾക്കാരെയൊക്കെ വിളിക്കണം. നമ്മളെ പള്ളിയിലുള്ള പാട്ടുകാരൊക്കെ പാടി 2 പാട്ട് 3 പാട്ട് പാടുമ്പോൾ അവരുടെ ശ്വാസം പോവും, അവരുടെ ശബ്ദം പോവും, പിന്നെ അടുത്ത് ഇങ്ങനെയൊക്കെ പാടുള്ളൂ. അതുകൊണ്ട് പാട്ടുകാരെ പ്രത്യേകിച്ച് വിളിച്ച് 5000 രൂപ കൊടുത്ത് പാട്ടൊക്കെ പാടാൻ വിളിക്കണം. നല്ല രീതിയിൽ എല്ലാ കാര്യവും ചെയ്ത് നല്ല രീതിയിൽ പാടി പ്രാർത്ഥിച്ച് മറ്റേ ആൾ എവിടെ കിടക്കയാ? തീജ്വാലയാലെൻ്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വെള്ളം കൊടുത്തു. തീജ്വാലയാലെൻ്റെ നാവു വരളുന്നേ, ഒരിറ്റു വെള്ളം തരണേ. അബ്രഹാം പിതാവേ, ലാസറൻ വിരൽ മുക്കി നാവിനെ നനയ്ക്കണമേ. അവിടെ ചെന്ന് കിടക്കയാ. ഇവിടെ ഭയങ്കര പാട്ട്. ഒരാൾ പറയുന്നു, ഇയാൾ ഇത്ര വർഷം കൊണ്ട് ഈ പള്ളി വരുന്നുണ്ട്, ഇത്ര വർഷം കൊണ്ട് ഇന്നത് ചെയ്തു, ഇത്ര വർഷം ഇന്ന സ്ഥാനത്തിരുന്നു, ഇത്ര വർഷം ഇന്ന സ്ഥാനത്തിരുന്നു, ഇത്ര വർഷം കസേരയും പറിച്ചുകൊണ്ട് ഓടി, ഇത്ര വർഷം ഇന്നടുത്ത് പ്രസംഗിച്ചു, ഇത്ര വർഷം ഇത്ര പാട്ട് പാടി, ഇത്ര വർഷം ഇത്ര അടുത്ത് എന്ന് പ്രാർത്ഥിച്ചു, ഇത്ര രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ? എൻ്റെ വീട്ടിൽ ഞാൻ രോഗിയായിരുന്നപ്പോൾ എൻ്റെ വീട്ടിലും ആ പാസ്റ്റർ അല്ലെങ്കിൽ ആ സിസ്റ്റർ ആ ബ്രദർ വന്ന് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഇന്നാളൊന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ആളിനകത്ത് ആരില്ല. ഓ, ഞങ്ങൾ ആരാധിക്കാൻ പോകുമ്പോൾ പള്ളിയിലുള്ള ആളാ, അയ്യോ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആ വീട്ടിൽ കയറി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആ സഹോദരിയുടെ സ്നേഹമേ, അയ്യോ ആ സഹോദരി. എന്നാലും എന്നിട്ട് എന്തില്ല? യേശുവിനെ രക്ഷകനായി കിട്ടിയ അവസരം തക്കത്തിൽ ഉപയോഗിച്ചില്ല, പാഴാക്കി, എല്ലാം ചെയ്തു, തോന്നിയ ദിവസം പോലെ ചെയ്തു. ഇവിടെ ഭയങ്കര പാട്ട് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആറാട്ട്, പുഴുവിനകത്തും കൃമിക്കകത്തും തീക്കകത്തും ടാറിനകത്തും അലറിക്കരച്ചിലും ആറാട്ടും. ഇവിടെ നല്ല സ്ഥലത്ത് പോയെന്ന് പറഞ്ഞ് പാട്ടുപൂജ. ഏതാണ് ശരി? എവിടെ പോകണം? എവിടെ നമുക്ക് പോകണം? എവിടെ പോകാനാണ് ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നത്? സഹോദരങ്ങളെ, ഇന്നിവിടെ ഇരുന്ന് തിരഞ്ഞെടുക്കണം. ലൂക്കോസ് 16-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 19-ാം വചനം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത്, ഞാനല്ല പറയുന്നത്, വേദപുസ്തകം പറയുന്നത് വായിച്ചേ. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഒറ്റയാണ് അടക്കം ചെയ്യണ്ടെന്ന് നോക്കി. അവിടെ അടക്കം ചെയ്ത ആരെന്ന് പേര് പറഞ്ഞേ? അടക്കം ചെയ്ത ആരവിടെ? ആരെങ്കിലും അടക്കം ശുശ്രൂഷ ഉണ്ടായിരുന്നോ? എന്ന് പറഞ്ഞാൽ അടക്കണ്ടെന്നല്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോലും രക്ഷിക്കപ്പെട്ട് കർത്താവിന് ജീവിക്കുന്ന പൈതലിനൊരു പേടിയില്ല. അവർ പോകേണ്ടടുത്ത് കർത്താവിൻ്റെ അടുത്ത് എത്തും. ആരെല്ലാം മാറ്റി വിട്ടാലും എവിടെയൊക്കെ ആയിരുന്നാലും പോവേണ്ട അടുത്ത് പോകും, ഉറപ്പാണ്. അവർ പറയത്തില്ല ഇങ്ങനെ അങ്ങനെ ഒന്നുമില്ല. അവർക്കറിയാം ഞാൻ എത്തേണ്ടടുത്ത് എത്തും. കാരണം ഞാൻ എൻ്റെ പ്രിയനെ കണ്ടുമുട്ടിയിട്ടുണ്ട്, എൻ്റെ പ്രാണപ്രിയനെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എത്തേണ്ടടുത്ത് തന്നെ എത്തുമെന്ന് അവർക്കറിയാം, ഉറപ്പുണ്ട്. അവർക്ക് പേടിയില്ല, അവർക്ക് ഭയമില്ല, അവർക്ക് ധൈര്യമുണ്ട്. ഞാൻ എത്തേണ്ടടുത്ത് എത്തും. ജീസസ് രക്ഷിക്കപ്പെട്ട് മനസ്സാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കുന്ന ഒരു മണവാട്ടിക്ക് ഉറപ്പുണ്ട്, യേശു വന്നാലും ഞാൻ പോകും, അല്ല അപ്പച്ചൻ വിളിച്ചാലും ഞാൻ അവിടെ തന്നെ കണ്ണു തുറക്കും. ഇനി ആരെന്നെ വന്ന് നോക്കാൻ വന്നാലും നോക്കാൻ വന്നില്ലെങ്കിലും എന്തൊക്കെ ചെയ്തില്ലെങ്കിലും ഞാൻ എത്തേണ്ടത് എൻ്റെ അപ്പൻ്റെ രാജ്യത്തിൽ, എൻ്റെ പ്രാണപ്രിയൻ്റെ അടുക്കൽ ഞാൻ പോവുകയും ചെയ്യും, എൻ്റെ അപ്പൻ്റെ അടുക്കൽ ഇരിക്കുകയും ചെയ്യും. ഇതാണ് ഉറപ്പ്, ദൈവപൈതന്റെ ഉറപ്പ്. തൻ്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് എന്തെന്നാ വിലയേറിയത്? നേരെ പോകുന്ന അപ്പൻ്റെ അടുക്കല. പേടിക്കാൻ ഒന്നുമില്ല. അവർക്കിനി ആരെ ഭയപ്പെടുത്താനുമില്ല, പേടിക്കാനുമില്ല, ഒന്നും പറയാനില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കാനില്ല, ഒന്നുമില്ല. അവർക്കറിയാം അവരെവിടെ എത്തുമെന്ന് അറിയാം. ആരാധിക്കുന്നവൻ അറിയാം, സ്തുതിക്കുന്നവൻ അറിയാം, സ്തോത്രം ചെയ്യുന്നവൻ അറിയാം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആളിനറിയാം അവരെവിടെ എത്തുമെന്ന് വ്യക്തമായിട്ട് അറിയാം. അറിഞ്ഞ് തന്നെയാണ് ജീവിക്കുന്നത്. അവർക്കൊരു ഉറപ്പുണ്ട്, എങ്ങോട്ട് പോകുമ്പോൾ കർത്താവ് വിളിച്ചാലും ഞാൻ അവിടെ കാണും.
ഓ ദൈവത്തിന് സ്തോത്രം. ആ ഒരു ഉറപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവെ, കവലകളിൽ നിന്നായിരിക്കാം, റോഡിൽ നിന്നായിരിക്കാം, വഴിയിൽ നിന്നായിരിക്കാം, വീട്ടിൽ നിന്നായിരിക്കാം, ഗ്രൗണ്ടിൽ ഇരുന്നായിരിക്കാം, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ ഉറപ്പ് പ്രാപിച്ചോളണം. വായിച്ച അടുത്ത വരി. ധനവാന് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അടുത്ത് അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. നല്ല അടക്ക ശുശ്രൂഷ കിട്ടാതെ, വ്രണം നിറഞ്ഞ്, പുഴുക്കൾ നിറഞ്ഞ്, ഭക്ഷണമില്ല, കയറി കിടക്കാൻ വീടില്ല, ആരും ഉണ്ടെന്ന് വേദപുസ്തകത്തിൽ പറയുന്നില്ല. പക്ഷെ അയാളുടെ അകത്ത് യേശു ഉണ്ടായിരുന്നു. പാടാനും ആളില്ല, ഒന്നിനും ആളുണ്ടെന്ന് അതിൽ കൊടുത്തിട്ടില്ല. പക്ഷെ അയാളുടെ അകത്ത് ആരുണ്ടായിരുന്നു? ജീവിച്ച കാലം അത്ര ആർക്ക് വേണ്ടി ജീവിച്ചു? ആരൊക്കെ തള്ളി പറഞ്ഞിട്ടും രോഗം വന്നിട്ടും രോഗം മാറിയില്ല, മരണം വരെ മാറിയില്ലെങ്കിലും അയാളുടെ അകത്ത് ആരുണ്ടായിരുന്നു? യേശു. കണ്ടോ? ഇന്ന് രോഗം മാറിയല്ല സ്വർഗത്തിൽ കാണുന്ന വെച്ചാൽ ഇല്ല. പ്രാർത്ഥിക്കുന്നവരെല്ലാം സ്വർഗത്തിൽ കാണുന്നിട്ടില്ല. യേശുവിൽ ജീവിച്ച് യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ കാണും. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മളെ രോഗം മാറി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച രോഗം മാറി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സ്വർഗത്തിൽ കാണുമോ? ഇല്ല. യേശു ഉണ്ടെങ്കിൽ കാണും. വചനപ്രകാരമാണ് ജീവിച്ചെങ്കിൽ ഉറപ്പാണ്, അതിന് യാതൊരു മാറ്റവും ഇല്ല. ക്രിസ്തുവിൽ നിറഞ്ഞാണ് ജീവിച്ചെങ്കിൽ യാതൊരു മാറ്റവും ഇല്ല, ഉറപ്പാണ് അവിടെ കാണും. ഇവിടെ ഇതാ ധനവാന് എല്ലാം ഉണ്ടായിരുന്നു. വീടുണ്ട്, വസ്തുവുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, നല്ല ശുശ്രൂഷ കിട്ടി, നല്ല ആഡംബര ജീവിതം നയിച്ചു, ലോകത്തിലുള്ള പേരും പ്രശസ്തി ഉണ്ടായിരുന്നു. ഒരുപാട് സേട്ടന്മാരായവർ നല്ല ശുശ്രൂഷ ചെയ്തു, നല്ല അടക്ക ശുശ്രൂഷ ചെയ്തു. ഒരുപാട് ദാനധർമ്മങ്ങൾ ഒരുപക്ഷെ ചെയ്തിരിക്കും, പാവങ്ങളെ സഹായിച്ചിരിക്കും, വസ്തുവകകൾ സാധുക്കൾക്ക് സംഭാവന ചെയ്തിരിക്കും, ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുത്തിരിക്കും, ഭക്ഷണപ്പൊതികൾ ഒരുപക്ഷെ കൊടുത്തിരിക്കും. എല്ലാം കൊടുത്തു, പേരും പ്രശസ്തിയും ഉണ്ട്. അബ്രഹാം പിതാവിനെ അറിയാം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇയാൾ സത്യത്തിൽ പള്ളിക്കാരനാണ്, പക്ഷെ സ്വർഗത്തിൽ പോയില്ലെന്നേ ഉള്ളൂ. പള്ളിക്കാരനാണ്, അല്ലെങ്കിൽ അബ്രഹാമിനെ അറിയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ പള്ളിയിൽ പോകുന്ന ആളാണ്, പക്ഷെ എവിടെ പെയ്യില്ല. നല്ല അടക്കവും കിട്ടി, ഒരുപാട് സാധുക്കൾ കരയാനും ഉണ്ടായിരുന്നു. എന്ത് ഫലം? ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ പോവും. അവിടെ പോകണം ഒറ്റ വഴി, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൽ ജീവിക്കാത്ത ഒരൊറ്റ എണ്ണവും അവിടെ കാണൂല. ഹല്ലേലൂയ. അവിടെ ഇല്ല, അങ്ങനെയുള്ളൊരു ഇല്ല അവിടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഞാൻ വീട് വെച്ച് കൊടുത്തു, ഇവിടെ ഞാൻ സാധുക്കളെ സഹായിച്ചു, നല്ല കാര്യമാണ്. ഇവിടെ സ്തോത്രം വസ്തുവകകൾ എഴുതി കൊടുത്തു, നല്ല കാര്യമാണ്. വസ്ത്രങ്ങൾ കൊടുത്തു, അരി വാങ്ങി കൊടുത്തു, നല്ല കാര്യം, എല്ലാം ചെയ്തോ. പക്ഷെ ഇത് വെച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ പോകാൻ അരിയും ഭക്ഷണവും സാധനവും ഇതൊന്നുമല്ല. സ്വർഗത്തിൽ പോകാൻ ഏക വഴി, ഏക മാർഗം, ഏക മാർഗം യേശു എന്ന മാർഗം. യേശുവിലൂടെ അല്ലാതെ, യേശുവിനെ എന്നെ രക്ഷകനായി സ്വീകരിക്കാതെ, ക്രിസ്തു യേശുവിൻ്റെ വചനം എൻ്റെ അകത്ത് ഇറങ്ങാതെ രക്ഷിക്കപ്പെടാത്ത ഒരൊറ്റ എണ്ണത്തിന് പോലും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ആ കവാടത്തിൽ പോലും എത്തത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ധനവാനും മരിച്ചു, അവൻ അബ്രഹാം പിതാവിനെ അറിയാം, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, കഴിവുണ്ട്, സമ്പത്തുണ്ട്, ധനമുണ്ട്, എല്ലാമുണ്ട്. നേരെ പോയി വീണ് എവിടെ നോക്കി? അടുത്ത വരി. ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി. അതിനകത്ത് വീണ് താഴെ കിടന്നുകൊണ്ടാ വിളിക്കുന്നത്. പുഴുവിനകത്ത് കിടന്ന്, കൃമിക്കകത്ത് കിടന്ന്, തീച്ചുവാലക്കകത്ത് കിടന്ന് വിളിക്കുകയാണ്. ലാസറിന്റെ വിരലിന്റെ അറ്റം മുക്കി, എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ എന്തോ നടക്കുകയാണ്? പറ. ഭൂമിയിൽ അയാളുടെ ശുശ്രൂഷ തീർന്നില്ല. ഏത് ശുശ്രൂഷ? അടക്ക ശുശ്രൂഷ കഴിഞ്ഞില്ല. എവിടെ? ഭൂമിയിൽ. എല്ലാവരും പറയണ്ടേ? ഇയാൾ ചെയ്ത് വീട് വെച്ച് കൊടുത്തതും വസ്തു കൊടുത്തതും സാധുക്കളെ എല്ലാം പറയണ്ടേ? തീർത്ത് പറഞ്ഞാലല്ലേ തീരുള്ളൂ. ഇല്ല, ഇനിയും പറയാനുണ്ട്. ഇനി ഒരാളിനൂടെ കാണാനുണ്ട്, 2 പേർ കൂടെ കാണാനുണ്ട്, 3 പേർ കൂടെ കാണാൻ. മറ്റേ ആൾ അവിടെ കിടന്ന് വെള്ളത്തിന് വിളിക്കുക. നിങ്ങൾക്ക് ആർക്കൊക്കെ മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. പറയുന്നവരെല്ലാം പൊക്കി ആകാശം മുട്ട പറയുക, ഇയാൾ ചെയ്യുന്നതെല്ലാം പറയുക. അവിടെ കിടന്ന് നോക്കിയപ്പോൾ ലാസർ അങ്ങ് ഇരിക്കുന്നു. ആരെവിടെ? ഇവിടെയല്ല. ഇവിടെ എല്ലാം പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇയാൾ അത് ചെയ്തു, ഇയാൾ ഇത് ചെയ്തു, എനിക്ക് വീട്ടിൽ വാതിലില്ലായിരുന്നു, ഇയാൾ ഇട്ട് തന്നു, വീട് വെച്ച് തന്നു. അയ്യോ, ഞങ്ങളെ പള്ളിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒന്നാമത് ചെലവഴിക്കുന്ന ഇയാളായിരുന്നു. അയ്യോ, എന്തൊരു മനുഷ്യനായിരുന്നു, ഇയാളെപ്പോലെ കളങ്കമില്ലാത്ത ആരുമില്ലായിരുന്നു. എല്ലാം ചെയ്തു, പക്ഷേ രക്ഷിക്കപ്പെട്ടില്ല, മനസാന്തരപ്പെട്ടില്ല, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുമില്ല. അവിടെ കിടന്ന് വെള്ളത്തിന് വിളിക്കുന്നു. ഇവിടെ പറയുന്നു ഇയാൾ ചെയ്തതുപോലെ ഇനി ആരും ചെയ്തിട്ടില്ലെന്ന്. ഇനി ഒരാഴ്ച ആ വീട്ടിൽ ആൾക്കാർ വന്നും പോയി നിൽക്കുവേ, വരുന്നവരെല്ലാം എന്തു പറയും? നിങ്ങൾ പറ. വരുന്നവരെ എന്നത്തെ പ്രസംഗം അല്ല ഇന്നത്തെ പ്രസംഗം, എനിക്ക് അറിഞ്ഞൂടാ. വരുന്നവരെല്ലാം എന്ത് പറയും?
വരുന്നവരെല്ലാം എന്ത് പറയും? നല്ലൊരു മനുഷ്യൻ. ആ നല്ല മനുഷ്യൻ ഇപ്പം എവിടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക? ലാസറിൻ്റെ വിരലിൻ്റെ അഗ്രം മുക്കി എന്നെ തണുപ്പിക്കണമെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്തോന്നാണ്? പക്ഷെ മനുഷ്യൻ നല്ല എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ മുമ്പിൽ എന്തല്ല? മനുഷ്യൻ്റെ മുമ്പിൽ നല്ല എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ മുമ്പിൽ എന്തല്ല? നല്ലതല്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല. വായിച്ചേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. അബ്രഹാം മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മ അനുഭവിച്ചു. ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. നീയോ വേദന അനുഭവിക്കുന്നു. നീ എന്ത് ചെയ്യുന്നു? ലാസറിനെ അടക്കം ചെയ്യാനും ആരുമില്ല, നല്ല സംബോധന പറയാനും ആരുമില്ല, നല്ല ആശംസ പറയാനും ആരുമില്ല, ഒന്നും പറയാൻ ആരും അവിടെ, ദുഃഖവാർത്ത പറയാനും ആരുമില്ല, ആദരാഞ്ജലി പറയാനും ആരുമില്ല, ഒന്നിനും ആരുമില്ല. പാവപ്പെട്ട മനുഷ്യ വഴിയിൽ കിടക്കുക, അടക്കാനും ആരും ഇല്ല. അയാൾ ഇവിടെ ഇരിക്കുക. നല്ല ആദരാഞ്ജലി തീർന്നില്ല അവിടെ മറ്റടുത്ത്. അയാളിവിടെ കിടക്കുക. അവിടെ കിടന്നും കൊണ്ട് ആരെ കാണുകയാ? അവിടെ കിടന്ന് ലാസറിനെ കാണുകയാണ്. വെള്ളം താ എന്നെ രക്ഷയിരി, ഇവിടെ നിന്ന് രക്ഷയിരി. എൻ്റെ വീട്ടിൽ 5 സഹോദരങ്ങളുണ്ട്, അവന്മാരും സ്നാനപ്പെടില്ല, രക്ഷിക്കപ്പെടില്ല, പോയി പറഞ്ഞു വിട് ലാസറിനെ പറഞ്ഞു വിട്. അവിടെ കിടന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ എല്ലാവരും പറയും, മക്കൾ പറയും, ഭാര്യ പറയും, ഭർത്താവ് പറയും, അപ്പം പറയും, അമ്മ പറയും, നാട്ടുകാർ പറയും, സ്നേഹിതർ പറയും. പോകുന്ന വഴിക്ക് ഒരു ട്രാക്ടർ പോടാ നിൻ്റെ ജോലി നോക്കിയെന്ന് പറഞ്ഞാൽ അതുവരങ്ങ് പോകും. തിരക്കാണ്, ഭയങ്കര തിരക്ക്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ തിരക്കെല്ലാം ഒഴിയും. പിന്നെ വെള്ളം കിട്ടാൻ വേണ്ടിയുള്ള വിളിയേ ഉള്ളൂ. ഇന്ന് കിട്ടുന്ന അവസരം തള്ളിക്കളഞ്ഞ് മാറ്റി വെക്കല്ലേ, കാലം നീട്ടല്ല. അടുത്ത വരി വായിച്ചേ. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. അടുത്ത വരി. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പന്റെ വീട്ടിൽ അയക്കാൻ പറഞ്ഞു. അടുത്ത്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും എത്ര പേരുണ്ട്? 5 പേരുണ്ട്. 5 എണ്ണം ഇവിടെ വരല്ലേ? ഈ യാതന സ്ഥലത്ത് വരരുത്. 5 എണ്ണം ഉണ്ട്. 5 എണ്ണം രക്ഷിക്കപ്പെട്ടില്ല. അതിനു മുമ്പ് ഇയാൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇരുന്നപ്പം അനിയന്മാരെ ചേട്ടന്മാരായിരിക്കും 5 പേര്. ഇവർ പള്ളി പോകുന്നുണ്ട, എത്തി നോക്ക്, നീ ഏത് പള്ളിയിലൂടെ പോകുന്ന? കൈയടിക്കുന്ന പള്ളിയിലാണ് പോലെ. അപ്പം അവിടെ കിടന്ന് വിളിക്കുന്ന കൈയടിക്കുന്ന പള്ളി ഇവിടെ നോക്ക്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവിടെ വച്ച് എന്തോന്നാ പറഞ്ഞേ? എത്തി നോക്കും. വേദപുസ്തകം ഒളിച്ചാൽ ചിലർ കൊണ്ടുപോകുന്നത്, കണ്ടുപിടിച്ചാൽ പോക്ക്. സ്തോത്രം. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചോദിക്കും, നീ ഏത് പള്ളി പോകുന്നത്? അത് കൊട്ടിപ്പാടുന്ന പള്ളിയിലാണോ? പോടാ വീട്ടിൽ. ഇപ്പം അവിടെ ചെന്ന് വിഴുന്ന് കിടന്നുകൊണ്ട് പറയുന്നു, എനിക്ക് 5 സഹോദരങ്ങളുണ്ട്, അവർ ഈ യാതന സ്ഥലത്ത് വരാതിരിക്കാൻ ഇപ്പൊ ലാസറിനെ പറഞ്ഞു വിടാൻ. വായിച്ചേ. അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിക്കാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വരി. അബ്രഹാം അവനോട് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. കണ്ട, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ മക്കളെ, നമ്മളെ കുടുംബത്തിലെ അംഗങ്ങൾ, സമയം അവസരം ദൈവം തരുമ്പം ഈ സത്യവചനം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വചനത്തിൻ്റെ പുറകെ, ക്രിസ്തുവിൻ്റെ പുറകെ അങ്ങായിക്കൊള്ളണം. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ സകലവും കിട്ടും. എന്തൊക്കെ വേണോ അതെല്ലാം ദൈവം തരും. പക്ഷേ രാജ്യവും നീതി അന്വേഷിക്കണം. ഈ സത്യവചനത്തിന് സറണ്ടർ ആകണം. ചൂള പോലെ കത്തുന്ന നാൾ വരും. സ്വത്രം സകലതും താളടിയാകും. എന്നാൽ താളടിയാകാതിരിക്കണം എങ്കിൽ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി സറണ്ടറായേ തീരൂ. ഇല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ദൈവത്തിന് സ്വത്രം. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 20-ാം അധ്യായം 11 മുതൽ 15 വരെ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. വായിച്ചേ. വെളിപ്പാട് പുസ്തകം 20-11 മുതൽ 15 വരെ വായിക്കുമ്പോൾ യേശുക്രിസ്തു ഇതാ ഒരു വെള്ള സിംഹാസനം തിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ജനിച്ചാൽ ഈ ഭൂമിയിൽ നമ്മൾ ഒരു ദിവസം ഇവിടെ വിട്ട് പോയേ തീരൂ. 2 സ്ഥലമുണ്ട്. ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതലിന് ഒരു ഉറപ്പുണ്ട്. അവരിവിടെ എപ്പോൾ കണ്ണടച്ചാലും നേരെ കർത്താവിൻ്റെ രാജ്യത്ത് നിന്ന് കണ്ണ് തുറക്കും. എന്നാൽ സ്വത്രം യേശു ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇവിടെ എത്ര പേരും പ്രശസ്തിയും പത്രാസും പദവിയും പഠിപ്പും ജ്ഞാനവും കഴിവും അറിവും ഉണ്ടായിരുന്നാലും ശരി, സ്വർഗത്തിൽ പോകാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത സകല പുള്ളികളും ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ ഈ തീക്കകത്താണ് പോകുന്നത്. ടാർ ഉരുകും പോലെ പുഴുക്കൾ പുതപ്പ്, കൃമികൾ പുതപ്പ്, പുഴുക്കൾ മെത്ത,
അതെവിടെ കിടക്കുന്നു? യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം 9, 10, 11 വാക്യം വായിക്കുമ്പോൾ അത് 10ഉം 11 വാക്യം വായിച്ചേ. ഹല്ലേലൂയ. അതിലെഴുതിയിരിക്കുന്നു, നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. മതി. ഇനി യെശയ്യാവ് 30-33 കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. സ്വത്രം കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. ഇതിനകത്തോട്ടാണ് പോയി ആ സ്വത്രം വീഴുന്നത്. മറ്റൊരു ശരീരം പ്രാപിച്ചു പോയി വീഴുകയാണ്. വീഴുമ്പോൾ തല മുതൽ പാദം വരെയും പുഴുക്കൾ. കാണാൻ കണ്ണുണ്ട്, അതല്ലേ സ്വത്രം ലാസറിനെ കണ്ടത്. ഓ, വായ് തുറന്ന് സംസാരിക്കാൻ വായുണ്ട്, അതല്ലേ ദാഹിച്ചത്. അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ലാസറിന്റെ വിരലിന്റെ അഗ്രം മുക്കി വെള്ളം തരണമേ എന്ന് അവിടെ അലറുകയാണ്. കാണാൻ കണ്ണുണ്ട്, പുഴുവിനെ ഞെക്കി കൊല്ലുന്നുണ്ട്, ചാകുന്നില്ല, ഒരു രക്ഷയുമില്ല. ഇവിടെ പ്രാർത്ഥന തീർന്ന് അടക്ക ശുശ്രൂഷ ചെയ്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ദയനീയ അവസ്ഥ. അവിടെ പുഴു കടിച്ചോണ്ടും ഇരിക്കുന്നു. അടുത്ത വരും. പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. അത് രാജാവിനായിട്ടും ഒരുക്കി. അത് വലിയവനെന്നില്ല, ചെറിയവനെന്നില്ല, കുഞ്ഞെന്നില്ല, ബർബരനെന്നില്ല, ശകനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, എല്ലാവർക്കും ഉണ്ട്, ഒരുക്കിയിട്ടുണ്ടല്ലോ. അവൻ അതിനെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. ഇവിടെ കണ്ണടച്ചിട്ട് നേരെ പോയി അവിടെ ചെന്ന് കണ്ണുറക്കുമ്പോഴേ ഇതിനകത്താണ് ചെന്ന് കണ്ണുറക്കുന്നത്. യുഗായുഗം 1 വർഷമാണോ, 2 വർഷമാണോ, 50 വർഷമാണോ, 500 വർഷമാണോ, മരണമില്ലാത്ത യുഗായുഗം കണ്ണു തുറക്കുന്നത് ഈ തീയും ഗന്ധവും കത്തുന്ന തീ പൊയ്കക്കകത്താണ്. അതിനകത്ത് പോകണമോ? കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, നിരാശയില്ലാത്ത, ഇരുട്ടില്ലാത്ത, എന്നേക്കും ക്രിസ്തുവിന്റെ പ്രകാശമുള്ള യേശുവിന്റെ അടുത്ത് പോകണമോ, അതോ ഇവിടെ പോകണമോ? ഏത് തെരഞ്ഞെടുക്ക്? ഹല്ലേലൂയ. ഇതിലൊരു സ്ഥലത്ത് പോയേ തീരൂ. ആമേൻ. ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്താലും ഏതൊക്കെ ചെയ്താലും ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട്. മനുഷ്യനെ ഒളിച്ചു വെക്കാം, ലോകത്തെ ഒളിച്ചു വെക്കാം. ഏത് കള്ളക്കേസ്, ഏത് പാവം ചെയ്താലും, ഏത് കേസ്, ഒരു കുറെ നോട്ടുണ്ടെങ്കിൽ, ഒരു സ്വത്രം, ഒരു കുറെ സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് ആ കേസെല്ലാം ഒതുക്കി തീർക്കാം. എന്നാൽ സ്വർഗത്തിലെ എൻ്റെ ദൈവത്തിന്റെ മുമ്പിലുള്ള കേസിനെ ഒതുക്കി തീർക്കാൻ മനുഷ്യൻ ഇവിടെ ഉണ്ടാക്കുന്ന സമ്പത്തിന് പറ്റത്തില്ല, പേരിന് പറ്റത്തില്ല, പ്രശസ്തിക്ക് പറ്റത്തില്ല, അറിവിനും കഴിവിനും ജ്ഞാനത്തിനും പഠിപ്പിനും പറ്റത്തില്ല. ഇവിടെ പഠിപ്പ് കൊണ്ട്, ഇവിടെ പേര് കൊണ്ട്, ഇവിടെ നേതൃത്വ സ്ഥാനം കൊണ്ട്, ഇവിടെ സ്ഥാനമാനങ്ങൾ കൊണ്ട്, മനുഷ്യന്റെ മുമ്പിലുള്ള വില കൊണ്ട്, നില കൊണ്ട്, പണം കൊണ്ട്, സ്വത്രം, ഇവിടെയുള്ള കേസുകളെല്ലാം ഒതുക്കി തീർക്കാം. എന്നാൽ ഒതുക്കി തീർക്കാൻ പറ്റാത്ത ഒരു ജഡ്ജിയുടെ മുൻപിൽ സകല പാവികളും നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ സ്വത്രം അവിടെ പൈസ കൊടുത്ത് ഒതുക്കി തീർക്കാൻ പറ്റൂല. ഇവിടെ ചെയ്ത പാപം നമ്മൾ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലത്. 2 കൊരിന്ത്യർ 5:10 മനുഷ്യൻ ഈ ഭൂമിയിൽ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് സകല മനുഷ്യരും ന്യായാസനത്തിൽ നിൽക്കേണ്ടതാകുന്നു. കർത്താവിന്റെ വെള്ളസിംഹാസനത്തിൽ ന്യായവിസ്താര സഭയിൽ നിൽക്കുമ്പോൾ അവർ ചെയ്തതിന്റെ സകലത്തിനും സ്വത്രം അവിടെ കണക്കുണ്ട്. ആമേൻ. ഇവിടുത്തെ കേസുകളെല്ലാം പൈസ കൊടുത്ത് ഒതുക്കി തീർത്ത് കാണും. ഇവിടെ കള്ളം ചെയ്തു, കപടം ചെയ്തു, ആരും പിടിച്ചില്ല, ആരും കണ്ടില്ല. ഭാര്യയുടെ മുൻപിൽ ഒരു ജീവിതം, ഭർത്താവിന്റെ മുമ്പിൽ ഒരു ജീവിതം, മക്കളുടെ മുമ്പിൽ ഒരു ജീവിതം, നാട്ടുകാരുടെ മുമ്പിൽ ഒരു ജീവിതം, പള്ളിക്കകത്ത് കപട വേഷം കെട്ടി, ആടിന്റെ വേഷം കെട്ടി ചെന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, യേശു നിന്നെ വിളിച്ചാൽ സ്വർഗത്തിൽ കാണുമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഏത് പാപം ചെയ്യാനും മടിയില്ല. അർദ്ധരാത്രിയും പട്ടാപ്പകലും എവിടെ നിന്ന് ഏത് പാപം ചെയ്ത് പച്ചവെള്ളം പോലെ പാപത്തെ കുടിക്കുന്ന മനുഷ്യ, ഇന്ന് രാത്രി നിന്നെ ചേർത്ത് പിടിക്കാൻ ഒരുവൻ ഈ ദേശത്ത് വന്നിട്ടുള്ളത് യേശു അത്രേ. ഇന്ന് രാത്രി മുട്ടുമടക്കിയാൽ, ഇന്ന് രാത്രി കീഴടങ്ങിയാൽ ചൂള പോലെ കത്തുന്ന നാൾ വരുന്നു. വേരും കൊമ്പ് ശേഷിക്കാതെ താളടിയായി പോകാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി യേശുവിനെ രക്ഷകനും കർത്താവുമായി നീ സ്വീകരിക്കാമെങ്കിൽ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇവിടെ ഏത് കേസ് ഇന്ന് ലോകത്ത് കേസുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പണമുള്ളവർ കേസ് ഒതുക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് വരെയും എത്ര തെളിവുകൾ നശിപ്പിച്ചിരിക്കുന്നു. ആൾക്കാരെ എത്ര വരെ കൊന്നതിൻ്റെ തെളിവുകൾ ലക്ഷങ്ങൾ കൊണ്ടുകൊടുത്ത് സ്വത്രം, അത് ആ തെളിവുകളെല്ലാം നശിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ നീ തെളിവ് നശിപ്പിച്ച് കാണും. ഇവിടെ നീ ലക്ഷങ്ങൾ കൊടുത്ത് തെളിവ് നശിപ്പിച്ച് കാണും.
കാണും, ഈ ദേശത്ത് തെളിവ് നശിപ്പിച്ച് കാണും. ഓ സ്തോത്രം. നീ ഇവിടെ കേസ് പറഞ്ഞ് തെളിവ് നശിപ്പിച്ച് കാണും, പണമിറക്കി തെളിവ് നശിപ്പിച്ച് കാണും. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ നീ തെളിവ് നശിപ്പിക്കാൻ നിനക്ക് കഴിയുമോ? ദൈവത്തിന്റെ മുമ്പിൽ തെളിവുണ്ട്. ഒരു ക്യാമറയിലെല്ലാം പകർത്തിയിട്ടുണ്ട്. നീ രാത്രി ചെയ്തത്, നീ പകല് ചെയ്തത്, തൊണ്ടി സഹിതം നട്ടുച്ച ഉച്ചയ്ക്ക് ചെയ്തത്, അർദ്ധരാത്രി ചെയ്തത്, പട്ടാപ്പകൽ ചെയ്തത്, രഹസ്യം ചെയ്തത്, നിന്റെ ഭാര്യ കണ്ടില്ല, നിന്റെ ഭർത്താവ് കണ്ടില്ല, നിന്റെ മക്കൾ കണ്ടില്ല, നിന്റെ സഭ കണ്ടില്ല, ആരും കണ്ടില്ല. നീ സകല പാപവും ചെയ്തു, പച്ച വെള്ളം പോലെ കുടിച്ചു. നീ പുറമെ കാണുമ്പോൾ ഓ ഒരു ഭക്തൻ. എന്നാൽ ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണിന് നിനക്ക് വെട്ടിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നോട് വിളിച്ച് ചോദിക്കുകയാണ്, ഓലത്താന്ന് ദേശമേ, കവിത തന്ന ദേശമേ, മറ്റൊരുവരും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം അത് യേശു എന്ന നാമമാണ്. ആ യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്കിയാൽ നീ ഇവിടെ തെളിവ് നശിപ്പിച്ചാലും ഇല്ലെങ്കിൽ നിന്റെ ഇവിടുത്തെ പാവം മുഴുവൻ ഇവിടെ ജീവനോടെ ഇരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നിന്റെ പാവത്തെ ക്ഷമിക്കുന്ന ഒരു യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. നീ എത്ര കൊടും പാപം ചെയ്യാനും ആ പാപത്തെ ക്ഷമിക്കുന്ന യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. എന്നാൽ എത്ര പാപം ചെയ്തിട്ട് ഓ ദൈവത്തിന് സ്വത്രം. ഞാൻ പറയട്ടെ, ഈ കോടതിയിൽ സ്വത്രം ഞാൻ പറയാം, ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചെന്നിരിക്കട്ടെ. ഹല്ലേലൂയ. പിറ്റേ ദിവസം തൂക്കിക്കൊല്ലാൻ ഇരിക്കുമ്പോൾ തലേ ദിവസം രാത്രി പ്രതി മരിച്ചാൽ മുന്നിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. കണ്ട, ഓരോരുത്തർക്കും ഓരോ പുസ്തകമുണ്ട്. പുസ്തകങ്ങൾ തുറന്നു. അടുത്ത് ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകങ്ങൾ തുറന്ന് അങ്ങോട്ട് പേര് വിളിക്കാൻ തുടങ്ങി. അങ്ങോട്ട് 1000 10,000 ഇവിടെ എല്ലാം പറ്റിച്ചു പോയതാ. മക്കളെ പറ്റിച്ചു, ഭർത്താവിനെ പറ്റിച്ചു, ഭാര്യയെ പറ്റിച്ചു, അപ്പനെ അമ്മയെ പറ്റിച്ചു, നാട്ടുകാരെ പറ്റിച്ചു, പള്ളിയെ പറ്റിച്ചു, പാസ്റ്ററിനെ പറ്റിച്ചു, ബ്രദറിനെ പറ്റിച്ചു, എല്ലാവരെയും പറ്റിച്ചെല്ലാം ചെയ്തു. എന്തൊക്കെ ചെയ്യാൻ നല്ല കപട അഭിനയൊക്കെ ചെന്നായി കുഞ്ഞാടിൻ്റെ വേഷം കെട്ടി എല്ലാം ഗ്ലോറി സ്വോത്രം പ്രൈസലോടൊക്കെ പറഞ്ഞ് പല രീതിയിൽ മയക്കിയാണ് സ്വോത്രം. എല്ലാ രീതിയിലും എങ്ങനെയൊക്കെ കയ്യിലെടുക്കാൻ പറ്റുമോ എല്ലാം എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് കർത്താവ് വെള്ള സിംഹാസനത്തിൽ എല്ലാത്തിനും കൂട്ടി വരുത്തി. ഇവിടെ പറ്റിക്കപ്പെട്ടവരും പറ്റിച്ചവരും എല്ലാം നിൽക്കുക. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടെ ചില വീടുകളിലുള്ള എല്ലാം അവിടെ നിൽക്കുക. ഇവിടെ എല്ലാം പറ്റിച്ച് പോയത്. അവിടെ ചെന്നപ്പോൾ ഇവിടെ കൊന്നു കളഞ്ഞേക്കൂല, വേദവസ്തു അടിച്ചേക്കൂല, അല്ലാതേക്കൂല. വേദവസ്തുത്തോട് സത്യം ചെയ്യല് പാപം. ഹല്ലേലൂയ. ഇവിടെ അപ്പനടിച്ച് സത്യം ചെയ്യല് പാപം, തലയടിച്ച് സത്യം ചെയ്യല് പാപം. വേദപുസ്തകത്തിലുണ്ട്. മത്തായി 5 അധ്യായം മുതൽ നിങ്ങൾ വായിച്ചാൽ മതി. അതിനകത്തുണ്ട് സത്യം ചെയ്യല്. ഒന്നിനെയും കൊണ്ട് സത്യം ചെയ്യരുത്. ഇവിടെ എല്ലാം കള്ളസത്യം ഇടും. കള്ളസത്യം എല്ലാം പൊട്ട കള്ളവാ സത്യം ഇടും. അയ്യോ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയ്യോ എന്നെപ്പോലെ നല്ല ആളൊന്നുമില്ല. അവിടെ സത്യം ഇടാനും പറ്റത്തില്ല. അവിടെ ആരുടെ മുമ്പിലൊക്കെ സത്യം ഇട്ട എല്ലാ എണ്ണവും വന്ന് അങ്ങോട്ട് നിൽക്കുമ്പോഴാണ് പേര് വിളിക്കുന്നത്. അപ്പോൾ ഉണ്ട് പറ്റിക്ക് പേര് വിളിച്ച ഉടനെ മറ്റവരൊക്കെ നോക്കണം. ഇന്ന ആളുടെ എൻ്റെ ചേട്ടൻ്റെ പേര് വിളിച്ചു, എൻ്റെ ഭാര്യയുടെ പേര് വിളിച്ചു, ഓ എൻ്റെ അപ്പൻ്റെ പേര് വിളിച്ചു, എൻ്റെ അമ്മയുടെ പേര് വിളിച്ചു, ഞങ്ങളെയൊക്കെ കവളിപ്പിച്ച് നോക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഉണ്ട് പുസ്തകം അങ്ങോട്ട് തുറന്നു. 1, 2 എന്നങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. യേശു പെരി വെള്ളത്തിന്റെ ഇരച്ചി പോലെ ശബ്ദം കേൾക്കുമ്പോൾ ഇയാൾ ചെയ്ത സകല പാവം അങ്ങോട്ട് വായിക്കാൻ തുടങ്ങുമ്പോൾ ഇയാൾ ചങ്കത്തിടിച്ച് പിടിക്കുകയാണ്. ദൈവമേ ഞാൻ ഇത് ചെയ്തിട്ടില്ലേ? അപ്പോഴുണ്ട് അപ്പുറത്തുനിന്ന് ഭാര്യ എത്തി. മനുഷ്യ അവിടെ വെച്ച് അന്നേ ഞാൻ പറഞ്ഞില്ലേ സ്വത്രം. ഓ ദൈവത്തിന് സ്വത്രം. ഇതൊക്കെ ഞാൻ അന്ന് പറഞ്ഞപ്പോ ഏറ്റാ. പള്ളി പോകാൻ പറഞ്ഞിട്ട് കേട്ടാ, മുട്ടുമടക്കാൻ പറഞ്ഞിട്ട് കേട്ടാ, ഓ രക്ഷിക്കപ്പെടാൻ പറഞ്ഞിട്ട് കേട്ടാ. നീ വന്ന് നിൽക്കുകയാണോ ഇതിനകത്ത്? അയ്യോ അവിടെ ഒരു കൂട്ടവടി നടക്കാൻ പോയാ. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഈ സമയം നീ പാഴാക്കാതെ നിന്റെ പാപം ഏറ്റു പറഞ്ഞ് രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ ഈ പുസ്തകത്തിനകത്ത് ആ പാപം അവിടെ കാണില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇവൻ പറഞ്ഞു, അമ്മേ ഞാൻ ഇത് ചെയ്തിട്ടില്ല, അത് ചെയ്തിട്ടില്ല. കർത്താവ് ആകാശത്തെ വിളിച്ചു, കർത്താവ് ഭൂമിയെ വിളിച്ചു, ക്യാമറ ഇറങ്ങി വരാൻ പറഞ്ഞു. ഈ ലോകത്തിൽ ഒരിടത്തും ഒരു തിയേറ്ററിലും ഇല്ലാത്തൊരു വലിയൊരു സ്ക്രീൻ അങ്ങോട്ട് എയറിൽ അങ്ങോട്ട് ഇറങ്ങി നിന്നു. ഈ നിൽക്കുന്ന ലക്ഷോപലക്ഷം ഒരുമിച്ച് ജനങ്ങൾ കാണത്തക്ക. ഒറ്റയ്ക്കാണ് ചെയ്തത് പാപം. പാപം എത്ര പേരായിട്ട്? ഒരുപാടൊരൊന്നുമില്ല. പാപം ചെയ്യാൻ എത്ര പേരുണ്ട്? അത്രയും പേരുമുണ്ട്. പാപം ചെയ്തപ്പോൾ രഹസ്യത്തിലാണ്. ആരും മിണ്ടൂല. പാപം ചെയ്തപ്പോൾ ആരും കാണില്ല, ആരും അറിയില്ല. തീർന്ന് പോക്ക്. ലവനറിഞ്ഞ പോക്ക്, ലവളറിഞ്ഞ ഓ എൻ്റെ മക്കൾ അറിയല്ലേ, എൻ്റെ ഭർത്താവ് അറിയല്ലേ, എൻ്റെ ഭാര്യ അറിയല്ലേ, ഞാൻ വിളിച്ചതറിയല്ലേ, ഞാൻ സംസാരിച്ചറിയല്ലേ, ഞാൻ പറഞ്ഞത് അറിയല്ലെന്ന്. ദൈവത്തിന് സ്വത്രം. അലറി വിളിക്കുകയാണ്. ദൈവത്തിന് സ്വത്രം. ഇവിടെ എല്ലാം ഒളിച്ചു വെച്ചിട്ടാ പോയെ. അവിടെ ചെന്നപ്പോൾ ഉണ്ട് ഈ ലോകത്തിലുള്ള ഒരു സിനിമാ ശാലയിലും ഒരു തിയേറ്ററിലും ഇല്ലാത്തൊരു വലിയൊരു സ്ക്രീൻ എയറിൽ അങ്ങോട്ട് ഇറങ്ങി നിന്നു. ആ എയറിലിരിക്കുന്ന സ്ക്രീനിൽ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ ചെയ്തതെല്ലാം
TV-യിൽ പകർത്തുന്നത് പോലെ സിനിമ ഓടും പോലെ ഓടുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നോ, എത്ര മണിക്ക്, ഏത് സ്ഥലം, എവിടെ, എന്തിപ്പാ, അപ്പോഴപ്പുറത്ത് നിന്ന് കാണുകയാണ് മറ്റവരൊക്കെ. എടാ കള്ളാ, എടി കള്ളി, നീ ഇതായിരുന്നല്ലേ, കണ്ടോ തെളിയുന്നൊരു സ്ഥലമുണ്ട്. ഞാനിത് ഹാസ്യം പോലെ പറഞ്ഞെങ്കിലും ഞാൻ പറയാം, ഇതകത്ത് വീഴട്ടെ, ഒരു വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. അവിടെ കിടന്ന് അലറുണ്ടെങ്കിൽ, അവിടെ കിടന്ന് കരഞ്ഞ് നരകത്തിൽ പോണ്ടെങ്കിൽ, ഇന്ന് രാത്രി പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ ഏത് പാപിക്കും മോചനമുണ്ട്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ കിടന്ന് അലറുമ്പോൾ കർത്താവ് പറഞ്ഞ ആ സ്ക്രീനിലൊന്ന് നോക്കാൻ പറഞ്ഞു. ജനങ്ങൾ മൊത്തം നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവ് നോക്കുക, ആകാശം നോക്കുന്നു, ഭൂമി നോക്കുന്നു, സകല തെളിവുകളും ഇതിൽ ഒളിച്ചിരുന്നതെല്ലാം പുറത്തു വന്നു. അത് ഇന്ന സ്ഥലത്ത്, ഇന്ന കിണറ്റിൻ്റെ കരയിൽ, ആ നടു റോട്ടിൽ അർദ്ധരാത്രി 12 സമയം എഴുതി കാണിക്കുക. ഇത്ര വർഷം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് ഇന്ന ആളുകളെ പേരും കൂടെ എഴുതി, എല്ലാം കംപ്ലീറ്റ് ലൈവ്. ഇവിടെ ഒളിക്കും ഇല്ല, ഇവിടെ ഓടാൻ പറ്റും, ഓടാനും പറ്റും. ആകാശവും ഇല്ല, ഭൂമിയില്ല, പിന്നെ അങ്ങോട്ട് ഓടും. സ്വോത്രം, ഓടാൻ രക്ഷയില്ലാതെ അവിടെ നിൽക്കുകയാണ്. സ്വോത്രം, അലറി വിളിക്കുകയാണ്. ഇയാൾ പറയുന്നു, ഇല്ല കർത്താവേ, ഇത് ആർക്കോ തെറ്റുപറ്റി, എന്നെ ചുമ്മാ കള്ളനാക്കാൻ സ്വോത്രം, എടാ ഇവിടെയും നീ കള്ളനോ, നിന്റെ വീട്ടിലുള്ള എല്ലാവരും നീ പറ്റിച്ചു, പക്ഷെ എന്നെ നിനക്ക് പറ്റിക്കാൻ പറ്റത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ട് വിളിച്ചു. സ്വോത്രം, പിശാചിന്റെ ദൂതന്മാർ അവനെ തൂക്കി എടുത്ത്, ആരെടുത്തു അപ്പോഴവിടെ വെച്ച്? പിശാചിന്റെ ദൂതന്മാർ വന്ന് അവൻ എന്ത് ചെയ്തു? തൂക്കി എടുത്ത് എവിടെ കൊണ്ടുപോയി? നരകത്തിക്കകത്ത് പോ. കണ്ടോ, ഇവിടെ ജീവിച്ചിരുന്നപ്പോ യേശുവിനെ കണ്ടുമുട്ടി പാപം ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ ഈ സ്ക്രീനിന്റെ മുമ്പിൽ പോണോ? അവിടെ എന്തെങ്കിലും കാണോ? ഇല്ല. എന്തുകൊണ്ട്? ഇവിടെ ഏറ്റു പറഞ്ഞ് കഴുകൽ പ്രാപിച്ചപ്പോൾ തന്നെ യേശു എന്ത് ചെയ്തു? ആ പാപത്തെ ക്ഷമിച്ചു. എന്നാൽ ഇവിടെ ഏറ്റു പറയേണ്ട സമയം പാറ പോലെ നമ്മൾ ഇരുന്നിട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയാതെ പാറ പോലെ ഇരുന്നിട്ട് അവിടെ ചെന്നാൽ ഒരു പ്രയോജനമില്ല. അവസരം പാഴാക്കല്ലേ. അടുത്തവര് വായിച്ചേ. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അടുത്ത് സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എവിടെ തള്ളിയിട്ടു? തീപ്പൊയ്കയിൽ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ. ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്ന ദേശനിവാസികളെ, നിങ്ങളുടെ പേര് ആധാറിലുണ്ടായിരിക്കുക, നിങ്ങളുടെ പേര് സ്കൂളിലും കോളേജിലും ഉണ്ടായിരിക്കുക, നിങ്ങളുടെ പേര് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരിക്കുക, നിങ്ങളുടെ പേര് പഞ്ചായത്തിലുണ്ടായിരിക്കുക, നിങ്ങളുടെ പേര് കുടുംബ രജിസ്റ്ററിലുണ്ടായിരിക്കുക, നിങ്ങളുടെ പേര് പള്ളിയിലുണ്ടായിരിക്കുക, നിങ്ങളുടെ പേര് സഹോദരിമാരുടെ മീറ്റിങ്ങിനകത്തുണ്ടായിരിക്കുക, നിങ്ങളുടെ പേര് ചർച്ചിലുള്ള ബുക്കിനകത്തുണ്ടായിരിക്കുക, നിങ്ങൾ അതിനകത്തുള്ള മെമ്പറായിരിക്കുക, നിങ്ങൾക്ക് വോട്ടും ഇലക്ഷനും എല്ലാം ഉണ്ടായിരിക്കുക. എന്നാൽ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. എവിടെ പോകണം? യേശുവിൻ്റെ അടുത്ത് പോകണമോ പോകണ്ടയോ? പോകണമെങ്കിൽ ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 26 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോഴും ലേവ്യ പുസ്തകം 20-ാം അധ്യായം 6-7 വാക്യം വായിച്ചേ. ലേവ്യ 19-26. രക്തത്തോട് കൂടെയുള്ളത് തിന്നരുത്. ആഭിചാരം ചെയ്യരുത്. മുഹൂർത്തം നോക്കരുത്. നിങ്ങളുടെ തലമുടി ചുറ്റും വിളിമ്പ് വടിക്കരുത്. മതി. മുഹൂർത്തം നോക്കരുത്, ആഭിചാരം ചെയ്യരുത്. ഇനി അടുത്ത് ലേവ്യ പുസ്തകം 20-ാം അധ്യായം 6-7 വായിച്ചേ. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകരുത്. വെളിച്ചപ്പാടത്തിനടുത്ത് പോകരുത്, മന്ത്രവാദിയുടെ അടുക്കടുത്ത് പോകരുത്, നരകത്തിലേ പോകൂ. അടുത്ത വരി. പോകുന്നവന്റെ നേരെയും ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പിൻ. മതി. ആവർത്തനം 18-ന്റെ 10 മുതൽ 14 വരെ വായിക്കുമ്പോൾ വായിച്ചേ. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകും. എല്ലാം ദൈവത്തിനുള്ളതാണ്. ഈ ഭൂമിയിലുള്ളത് എല്ലാം ദൈവത്തിനുള്ളത്. അടുത്ത് നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെയും ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിലും വെച്ച് തിരഞ്ഞെടുത്തു. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ. ഹൃദയത്തിന്റെ അഗ്രചർമ്മം
ചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ. അടുത്ത് ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും. നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ ആരാണ്? ദേവാദി ദൈവമാണ്. അടുത്ത് കർത്താദി കർത്താവുമായി. ദൈവദേശികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കൽപ്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും. മതി. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. ഇതിനകത്ത് ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ ഇതിനെല്ലാം വലിച്ചെറിയണം. അടുത്ത വാക്യം. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഇതെന്തെങ്കിലും നമ്മളെ ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉപേക്ഷിച്ചോളണം. ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇനി 21 വെളിപ്പാട്. ഭീരുക്കൾ, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ. വായിച്ചേ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. ഇന്ന് രാത്രി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. പാപം വേണ്ട നമുക്ക്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം സ്വത്രം വായിക്കുമ്പോൾ അതിനകത്തുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 38 മുതൽ വായിക്കുമ്പോൾ ഇതാ പിന്നെ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാ ജനം പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട് ജനത്തിന് കുത്തുകൊള്ളുമ്പോൾ ജനങ്ങളെല്ലാം പത്രോസിനോട് ചോദിക്കും, ഓ ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് അപ്പോസ്തലന്റെ അടുക്കൽ ചെല്ലുകയാണ്. അപ്പോസ്തലൻ പറയുന്ന വരികളാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37 മുതൽ വായിക്കുമ്പോൾ. അത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെടണം. 1, മാനസാന്തരപ്പെടണം. 2, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. 2 എന്ത് വരണം? സ്നാനപ്പെടണം. 3, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. 3-ാമത്തേത് പരിശുദ്ധി ആത്മാവ് ലഭിക്കും. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 39 സ്തോത്രം 40 വായിക്കുമ്പോൾ, മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ട അർത്ഥം. അടുത്ത് 4-ാമത്തേത്, വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെടണം. എല്ലാത്തിൻ്റെ കൂടെ അല്ല, വേർപെട്ടോളണം. കർത്താവിനെ കണ്ടുമുട്ടി വേർപെടണം. അടുത്ത്, ഈ വാക്കുകൾ കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ എന്ത് ചെയ്തു? ഈ വചനം കേട്ട് കുത്തുകൊണ്ട്. കണ്ടോ, 10,000-കണക്കിന് ജനം കൂടി 3000 പേരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. സത്യവചനം കേട്ടു. ഞങ്ങൾക്ക് സ്നാനം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ യേശുവിനായി ജീവിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന ഓലത്താന്തി ദേശമേ, കവിത നട ദേശമേ, ഗ്രൗണ്ടിൽ വന്ന സ്നേഹിതരെ, നിങ്ങൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, മനസ്സാന്തരപ്പെട്ടില്ലെങ്കിൽ എത്ര പേർക്ക് വേണം സ്നാനം? എത്ര പേർക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് യേശുവിനായി ജീവിക്കാൻ സ്നാനമുണ്ട്? ഇന്ന് രാത്രി എത്ര പേർ കർത്താവിനായി ഹൃദയം കൊടുക്കും? ഇന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിങ്ങൾക്ക് ആർക്ക് സ്നാനപ്പെടണോ പറ. നമ്മുടെ ചർച്ചിൽ സ്നാനത്തിനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് സ്നാനപ്പെട്ട് യേശുവിനെ ആരാധിക്കണമോ? ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപാട് അനുഷ്ഠിച്ച് ആരാധിക്കണമോ? സത്യവചനപ്രകാരം ആരാധിക്കണമോ? വീണ്ടും വാക്യം വായിക്കുമ്പോൾ ഇത് 5 വീണ്ടും ഉണ്ട്. 43 മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് എല്ലാവരും ഭയമായി. അടുത്ത അപ്പോസ്തലന്മാരോട് കൂടെ ചേർന്ന് 45, 46 വായിക്കുമ്പോൾ അവരൊരുമനപ്പെട്ട് ദേവാലയത്തിൽ കൂടി വരികയും അപ്പം നുറുക്കി ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അടുത്ത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കണ്ടോ, ആമേൻ. മുകളിൽ 42-ാം വാക്യം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. കണ്ടോ, ഇത്രയും വേണം ഒരു രക്ഷിക്കപ്പെട്ട് മനസ്സാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അപ്പോസ്തലിക ഉപദേശം പറയുന്ന സഭയ്ക്കകത്ത് സത്യവചനം കറയില്ലാതെ, ചുളുക്കമില്ലാതെ, വാട്ടമില്ലാതെ, മായമില്ലാതെ, പൈസയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കാത്ത യഥാർത്ഥ വചനം ശുശ്രൂഷിക്കുന്ന സഭയ്ക്കകത്ത് ചെന്ന് സത്യത്തിനും ആത്മാവിനും ആരാധിച്ച് വചനം കേട്ട് കീഴടങ്ങി
ഓരോ സെക്കൻഡ് യേശുവിനായി ജീവിച്ചാൽ ഇന്ന് യേശു വന്നാലും നമുക്ക് സ്വർഗത്തിൽ പോകാം. അല്ല, യേശുവിൻ്റെ വരവ് താമസമെങ്കിൽ എന്ന് നമ്മളെ വിളിച്ചാലും നമുക്ക് സ്വർഗത്തിൽ പോയാൽ. 3 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ 23-ാം അധ്യായം 39 മുതൽ 43 വരെ വായിക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ 2 സൈഡിൽ 2 കള്ളന്മാർ കിടന്നു. ഓ സ്തോത്രം, 2 പേരും കള്ളന്മാർ, നടുവിൽ യേശു കിടന്നു. അവർക്ക് അവസാന നിമിഷം, പാഴാക്കി കളയല്ലേ സമയം. ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുക. ഓലത്താന്നി ദേശമേ, കൺവെൻഷൻ്റെ 3ാമത്തെ രാത്രി, അവസരം പാഴാക്കരുത്. ഇനി ഒരവസരം അടുത്ത് കിട്ടിയെന്ന് വരത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച് ലാസ്റ്റ് ഭാഗം പറഞ്ഞു, ഒരുപാട് പേർക്ക് അവസരം കിട്ടിയില്ല, അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ നഷ്ടപ്പെടുത്തരുത്. 2 കള്ളന്മാരുടെ നടുവിൽ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു കള്ളൻ യേശുവിനെ പരിഹസിച്ചു. അവസാന സമയവും അവൻ പാഴാക്കി. യേശുവിനെ കണ്ടിട്ടപ്പാ ഞാൻ അങ്ങേ രക്ഷകനായി സ്വീകരിക്കുന്നെന്ന് പറയാനുള്ള മനസ്സില്ലാതെ യേശുവിനെ കണ്ടിട്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞ് മരണത്തിൻ്റെ അവസാന സെക്കൻഡുകൾ നരകത്തിലേക്ക് പോയി. എന്നാൽ ഒരു കള്ളൻ പറഞ്ഞു, അപ്പാ അങ്ങ് നീതിമാൻ, ഞാൻ പാപി, അങ്ങ് രാജത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണമേ. ഈ 2 കള്ളന്മാരിൽ ഒരുത്തൻ മരണത്തിൻ്റെ അവസാന സെക്കൻഡ് യേശുവിനെ തള്ളിപ്പറഞ്ഞ് നരകത്തിൽ പോയപ്പോൾ ഒരുത്തൻ യേശുവിനെ സ്വീകരിച്ച് യേശു പറഞ്ഞു, മോനെ, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിൽ ഇരിക്കും. അവൻ ഏറ്റു പറഞ്ഞ് യേശുവിനോട് കൂടെ പോയി. അവസരം ഒരുത്തൻ പാഴാക്കിയില്ല. മർക്കോസ് സുവിശേഷം 6:17 മുതൽ 20 വായിക്കുമ്പോൾ ഹെരോദാവും കൂടെ സ്തോത്രം ജീവിക്കുമ്പോൾ പാപം ചെയ്ത് ജീവിച്ചതാണ്. യോഹന്നാൻ സ്നാപകൻ ചെന്ന് പറഞ്ഞു, ഹെരോദാവേ സ്തോത്രം, പാപം വിട്ട് മടങ്ങി വാ. മർക്കോസ് 6-ാം അധ്യായം മടങ്ങി വരാൻ പറഞ്ഞു, കേട്ടില്ല. സ്തോത്രം, അവരുടെ അവസരം നഷ്ടപ്പെട്ടു. അവർ തീക്കിരയായി. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 24-25 വായിക്കുമ്പോൾ ഇതാ സ്തോത്രം, ഫെലിക്സും ദുർസില്ലയുമായി കർത്താവിൻ്റെ വചനം കേൾക്കാൻ സ്തോത്രം എൻ്റെ ദൈവത്തിൻ്റെ ദാസനാകുന്ന അപ്പോസ്തലൻ്റെ അടുക്കൽ, പൗലോസ് അപ്പോസ്തലൻ്റെ അടുക്കൽ വന്നു. പൗലോസ് അപ്പോസ്തലൻ നീതി, ന്യായവിധി, ഇന്ദ്രിയജയം എന്നിവയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി പാടി, ഇപ്പോൾ പോകാം, പിന്നെ വിളിക്കാമെന്ന് അപ്പോസ്തലനെ പറഞ്ഞങ്ങ് വിട്ടു. നോക്കിക്കേ സ്തോത്രം, ചെറിയ വിഷയങ്ങൾക്കെല്ലാം മറുപടി കിട്ടി, പക്ഷെ സ്വർഗം കിട്ടിയില്ല, യേശുവിനെ കിട്ടിയില്ല. സ്തോത്രം, ഇന്ന് രാത്രി ഞാൻ പറയാം, അവസരം നമുക്കിത് ഇട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ തള്ളിക്കളയുമോ, നിങ്ങൾ സ്വീകരിക്കുമോ? ജനിച്ചിട്ടുണ്ടോ? ഒരു മരണമുണ്ട്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? പൊൻകിണ്ണം തകരും, വെള്ളിച്ചിരട് അറ്റുപോകും, രോചനക്കുരി ഫലിക്കാതെ വരും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? പ്രിയപ്പെട്ടവർ മറക്കുന്ന ഒരു ദിവസം, വീട്ടുകാർ ടാറ്റ പറയുന്ന ദിവസം, ഓ സ്തോത്രം, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവർക്ക് രക്ഷിക്കാൻ പറ്റാത്തൊരു ദിവസം, കിടക്കുന്ന കട്ടിൽ ടാറ്റ പറയുന്ന ദിവസം, ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന് രക്ഷിക്കാൻ പറ്റുന്ന ദിവസം, മേശയ്ക്കകത്തിരിക്കുന്ന ധനത്തിന് രക്ഷിക്കാൻ പറ്റുന്ന ദിവസം, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? അവൻ സമ്പാദിച്ചതിനൊന്നിനും രക്ഷിക്കാൻ പറ്റാതെ ടാറ്റ പറഞ്ഞു വിടുന്ന ദിവസം. സ്നേഹിത, സഹോദരി, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ?